ഡെവലപ്മെന്റ് ഓഫീസർ എന്ന നിലയിൽ ശ്രീ MP-യുടെ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഗ്രാമീണരുടെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശീസ്സുകളോടെ ഞാൻ ഈ സഹകരണ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യും. ആ MP കൈക്കൂലി കൊടുത്തല്ലേ പ്രസംഗിപ്പിക്കുന്നത്? പിന്നെ അല്ലേ ഉണ്ടായിരിക്കണേ, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. മനസ്സിലായി. സുഹൃത്തുക്കളെ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നെപ്പറ്റി പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായും യോജിക്കുന്നില്ല. ഈ നാട്ടുകാരായ നിങ്ങളുടെയും പ്രത്യേകിച്ചും പഞ്ചായത്ത് മെമ്പർമാരുടെയും അശ്രാന്ത പരിശ്രമവും സഹകരണവും കൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു സംഘം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ന്യായമായ രീതിയിൽ റേഷൻ വിതരണം ചെയ്യുന്നതിനും മിതമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നതിനുമായി നമ്മൾ ഒരു സ്റ്റോർ തുറന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാർ ആദായമുള്ള തെങ്ങിൻ പുരയിടങ്ങളും മറ്റും ചില പ്രമാണികൾക്ക് ഒറ്റിയും പാട്ടവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വസ്തുക്കൾ പണയപ്പെടുത്തിയിട്ടുള്ളവർക്കെല്ലാം സംഘം പണം കടം കൊടുത്ത് വസ്തു തിരിച്ചെടുത്ത് അതിന്റെ ആദായം കൊണ്ട് സംഘത്തിന്റെ കടം വീട്ടിയിട്ട് ഉടമസ്ഥന് എന്ന വസ്തുക്കൾ തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കൂടെ ഇപ്പോൾ ഈ സംഘം തുടങ്ങിയിട്ടുണ്ട്. ഒരു ചോദ്യം, ഈ സഹകരണം എന്ന് പറയണത് പാവത്തുങ്ങളെ പറ്റിക്കാനല്ലേ? സർക്കാരിന്റെ കാശ് നിങ്ങൾ ചിലക്ക് തട്ടിയെടുക്കാനല്ലേ? താനവിടെ നിന്നിരിക്കണം. താനൊന്നും മോനും തന്നെ വിളിക്കരുത് കേട്ടോ. അവര് പറഞ്ഞതിന് കാര്യമില്ലാതില്ല. എന്ത് കാര്യം? സംഘം പണം കൊടുത്ത് കടപ്പെടുത്തിയിട്ടുള്ള വസ്തു തിരിച്ചെടുക്കുമെന്ന് പറയുന്നത്. അതൊക്കെ അവരുടെ ചപ്പറ ചെയ്തിടാ. നീ വാ ഇങ്ങോട്ട്. എടാ എടുത്തോടുപ്പേ. ആ MP നാട്ടുപ്രമാണിയായുള്ള പേര് അഞ്ചോടാണ്. അപ്പൊ ഈ സഹകരണം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്റെ മുതലാളി. ഒരു ചുക്കുമില്ല. എടുത്തോടുപ്പേ, ഇവന്റെ ഈ സഹകരണവും പൊളിഞ്ഞ് നമ്മുടെ കടയെ വന്നു ചേരും. എന്തോടാ ചിരിക്കുന്നത്? മുതലാളി പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ചെയ്യും. അത് അപ്പടി പണ്ടോടാ എന്റെ പരിത. ഭാര്യ അമ്പലത്തിലോട്ട് പോകാൻ വരുന്നു. കൂടാതെ ഇടക്കാര് പിന്നെ ആ MP-ക്ക് ഇത്തിരി സഹകരണം വിളമ്പിയാണെന്താ? വീട്ടിലാണെങ്കിൽ ഒരു ജോലിയുമില്ല. പിന്നെ ആ വിളിക്കപ്പുണ്ടല്ലോ, അവളോട്ട് പ്രസവിക്കത്തുമില്ല. അമ്പലത്തിൽ പോയാൽ പ്രസവിക്കുമെന്നൊക്കെ ആരോണ്ടൊക്കെ പറയുന്ന പോലെ തോന്നിയല്ലോ. ആ ഓട്ടെ പക്ഷെ പ്രസവിക്കില്ല. അലക്കാൻ മാത്തൂനാണ് നിൽക്കുന്നത്. മാത്തൂന്റെ കുട്ടിക്ക് ഇന്ന് ചോറൂണാണ് പറഞ്ഞു കേട്ടു. മാത്തൂന്റെ കുഞ്ഞിനെ ചോറൂണാണോ? അതെ. കുഞ്ഞിനെയും കൊണ്ട് ചോറൂണ് കഴിഞ്ഞു. കുഞ്ഞിനെന്താ പേരെടുപ്പിക്കുന്നത്? രാജശേഖരൻ. കുഞ്ഞിനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഐശ്വര്യമുള്ള സ്ത്രീയാണോ? പാവങ്ങളോട് എന്തൊരു സ്നേഹമാണ്. ആ പ്രസിഡന്റ് അദ്ദേഹമോ എത്ര വലിയ മനുഷ്യനാണെന്നറിയാവോ? ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടായാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, എല്ലാം നേരെയാക്കി കൊടുക്കും. അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അതാ വരുന്ന ഒരു സാധനം റേഷൻ കടയുടെ ഭാര്യ. അവർ ശ്രീകോവിന്റെ മുമ്പിൽ നിന്ന് തൊഴുതാൽ ഭഗവാൻ കൂടി എണീറ്റ് പറയും. ഉണ്ടാതിരിട അവർ കേൾക്കുമെന്ന്. നമുക്ക് പോകാം. നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ രാധയുടെ കയ്യിൽ കൊടുത്തത്? ആ രാധ മറ്റിയല്ലേ, ശാപം കിട്ടിയിട്ടുള്ളവളാ. അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആർത്തിയോടെയാണ്. അങ്ങനെ നോക്കിയ കുഞ്ഞുങ്ങളെ മരിച്ചു പോകും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി വല്ല മന്ത്രവാദവും കഴിപ്പിക്കും. അമ്മ എന്തിനാ അന്വേഷിക്കുന്നത്? നീ കൊച്ചു പെണ്ണ. ആ ശങ്കരിയമ്മയുടെ കുഞ്ഞ് മരിച്ചത് ഇവളെടുത്തിട്ടാ. ആ പരമേശ്വരത്തെ കുട്ടമ്പിള്ള കണ്ടപോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് ഇവളുടെ വീട്ടിൽ ചെന്നു. ഇവളെടുത്തൊരു ഉമ്മ കൊടുത്തതേ ഉള്ളൂ. 3-ാം ദിവസം ആ കുഞ്ഞ് മരിച്ചു.
വിഷമിക്കാതെ. അവർ മനോദൂഷ്യം കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെയെന്ന്. വരി നമുക്ക് പോകാം. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടുള്ളവളല്ല. എന്റെ മനസ്സിൽ ഒരു കളങ്കവുമില്ല. അവിടെ നിന്ന് ദുഃഖിപ്പിക്കരുത്. കുഞ്ഞുങ്ങളില്ലാത്ത മഹാവീണ് കേൾക്കുന്നതിന് മുൻപ് എന്റെ കാതും കണ്ണും അവിടെ തന്നെ പൊട്ടിച്ചു കളയാനെ. അമ്മ പോയിക്കോളൂ, ഞാൻ പിന്നെ വരാം. അതെന്താ? എന്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ. ഏത് കൂട്ടുകാരിയെ? ഗീത. എന്നും ഒരു ഗീതയെ കാണല്. വേഗം മരണം. ഞാൻ പേടിച്ചു പോയി. നീ ഇന്നാളൊരു ദിവസം എന്നെ ഇതുപോലെ പേടിപ്പിച്ചില്ലേ? നോക്കിക്കോളൂ, ഇനിയൊരു ദിവസം ഞാനിതിന് പകരം വീട്ടും. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട് ഞാൻ എല്ലാത്തിനും പകരം വീട്ടുന്നുണ്ട്. അതെനിക്ക് സന്തോഷമാണ്. ഞാനിന്ന് അമ്മയോട് എന്ത് പറഞ്ഞിട്ട് വന്നു എന്നറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാണ്? ഗീതയെ കാണാൻ. അയ്യേ, ഏതായാലും അത് വേണ്ടായിരുന്നു. ഒരു പെണ്ണിനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വരണ്ടായിരുന്നു. നിർമ്മലേ, बाल्यकालसखी सखी बाल्यकालसखी सखी बाल्यकालसखी നീയൻ പ്രേമകഥയിലെ നായികയായി തീരും. നീയൻ പ്രേമകഥയിലെ നായികയായി തീരും. ബാല്യകാലസഖി സഖി ബാല്യകാലസഖി. बाल्यकालसखी सखी बाल्यकालसखी. കരയൊന്നര ചുറ്റി പൂവാങ്കുരുന്നില ചൂടി. പുളിയിലക്കരയൊന്നര ചുറ്റി പൂവാങ്കുരുന്നില ചൂടി. നിന്നെ പോലെ നാട്ടിൻ പുറമൊരു സുന്ദരിയായിരുന്നു, അന്നൊരു സുന്ദരിയായിരുന്നു.
നവദമ്പതിമാരായി നിൽക്കും, നവദമ്പതിമാരായി നിൽക്കും. ബാല്യകാല സഖി സഖി ബാല്യകാല സഖി, നീ എന്നിനിയൻ പ്രേമകഥയിലെ നായികയാതീരും. ബാല്യകാല സഖി സഖി ബാല്യകാല സഖി. നിന്നെ ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ വയ്യെന്നായിട്ടുണ്ട്. കാണാതിരിക്കണ്ട. അയ്യോ, എടുത്തു കൊടുത്തു. ഇങ്ങോട്ട് ഒളിച്ചു വന്നു. ഞങ്ങളുടെ കടയിലേക്ക് ചരക്ക് കൊണ്ടുപോണ വണ്ടിയാണത്. ആ വണ്ടി വലിച്ചുകൊണ്ട് പോയി എടുത്തു കൊടുക്കാണ്. അവന്റെ പേര് കൊള്ളാം. നാണു എന്നാണ് അവന്റെ പേര്. കടയിൽ എടുത്തു കൊടുപ്പുകാരനായതുകൊണ്ട് ആളുകൾ അവനെ എടുത്തു കൊടുപ്പുകാരൻ നാണു എന്ന് വിളിച്ചു. ഇപ്പൊ എടുത്തു കൊടുപ്പായി. കുറെ കഴിയുമ്പോ വെറും കൊടുപ്പാകുമല്ലോ. അയ്യോ, അവൻ കണ്ടോ എന്തോ. ഈ എടുത്തു കൊടുപ്പല്ലേ, അവൻ കണ്ടാലും ഒന്നുമില്ല. നമ്മളിങ്ങനെ എത്ര നാൾ ഒളിച്ചും പതിയും കഴിയും. ഇപ്പോഴൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ അവർ ഒരു വിധത്തിലും സമ്മതിക്കില്ല. വേണുവിന്റെ വീട് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടാണ്. അതുപോലുള്ള ധനസ്ഥിതിയോ പ്രതാപമോ ഒന്നും ഞങ്ങൾക്കില്ല. എന്തായാലും വീട്ടിൽ പറഞ്ഞാൽ അവരെല്ലാം എതിർക്കും. അപ്പോൾ എത്രയും നേരത്തെ വീട്ടിൽ പറയാനുള്ള സന്ദർഭം ഞാൻ നോക്കിയിരിക്കുകയാണ്. ഒന്നും നോക്കാനില്ല, ഉടനെ പറയും. അല്ലെങ്കിൽ വേണുവിനോ എനിക്കോ ഒരു കല്യാണാലോചന വന്ന് വീട്ടുകാർ വാക്കും കൊടുത്താൽ പിന്നെ വളരെ വിഷമമാകും. ഇങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടില്ലേ? അക്കാര്യം അവിടെ നിന്ന് പറയല്. എന്റെ സർവസ്വവും നശിച്ചാലും ഞാൻ കേസ് പറയും. ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്നും ജ്യേഷ്ഠാനുജന്മാരല്ലേ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളിങ്ങനെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കുഞ്ചുപിള്ളയ്ക്ക് ഈ കേസ് നടത്താൻ രൂപ എവിടെ നിന്നാണ്? 10 സെന്റ് തെങ്ങമ്പുരയിടമുള്ളത് റേഷൻ കടയ്ക്ക് പണയം കൊടുത്തിരിക്കുകയാണ്. ആദായം അയാളല്ലേ എടുക്കുന്നത്? അതെ. എന്തെങ്കിലും മുഴുവൻ തുകയും ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ആദായം അയാൾ എടുക്കില്ലേ? എടുക്കും. എന്നാലും ഈ കേസ് ഞാൻ പറയും. അപ്പൊ അയാൾ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചു. ഒരിടം അയാളുടെ കയ്യിലുമായി. എന്തിനാ കുഞ്ചുപിള്ളയെ ഈ വാശി? എന്തിനാ കുട്ടൻപിള്ളയെ വാശി? താൻ നല്ലൊരു പശുള്ളതിനെ വിറ്റല്ലേ കേസ് പറയുന്നത്? എന്റെ സർവത്വം വിറ്റാലും ഈ കേസ് ഞാൻ പറയും. ശരി, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോവും. നാളെ പഞ്ചായത്ത് ഓഫീസിൽ വരണം. അവിടെ വെച്ച് നമുക്ക് ന്യായമായ ഒരു തീരുമാനം ഉണ്ടായി. ഉച്ചയ്ക്കോ ഉണ്ടില്ല, വന്ന് കാക്കുടിച്ചാണ്. ആ റേഷൻ കട രാഘവൻ ചെയ്യുന്ന ദ്രോഹം ഇതൊരൊന്നുമല്ല. അയാളുടെ ഭാര്യ ഇന്ന് അമ്പലത്തിൽ വെച്ച് ഒരു സ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു. എന്താ? ഞാൻ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ പോലും ആ കുട്ടികൾ മരിച്ചു പോകുമെന്ന്. ഓ, കാരണം നാം നമ്മുടെ ധർമ്മം നിറവേറ്റി ജീവിക്കുന്നു. കുരയ്ക്കുന്നവർ കുരച്ചോട്ടെ. ഒരു കാപ്പിടിക്കാം. ആ വേണു വന്നല്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? വേണു നേരെ സന്ധ്യയാറായില്ലേ? കാപ്പ് കുടിക്കണ്ടേ? ആഹാരം കഴിക്കുന്നതിന്റെ കാര്യത്തിൽ ചേട്ടൻ അനിയന് ഒരുപോലെ തന്നെ. ആ വേണു, നീ ഇങ്ങനെ അലഞ്ഞു നടന്ന് ശരീരം ക്ഷീണിപ്പിക്കരുത് കേട്ടോ. കാപ്പ് കുടിക്കാൻ പോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നേക്കാം. മഞ്ഞ വീണു. വേണ്ട വേണ്ട, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. കാപ്പ് കുടിക്കുമ്പോഴേക്കും ഞാൻ വെള്ളം ചൂടാക്കും. ആ എന്നാ കുളിച്ചിട്ട് കാപ്പ് കുടിക്കാം. ആ എന്താ സങ്കടം വരാനുണ്ടോ? ആ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ആ എന്നാ നീ ഒരു കാര്യം ചെയ്യും, വേണുവിന് കാപ്പ് കൊടുക്കും. ഞാനിപ്പോ വന്നേ. ഇനി വരട്ടെ.
ഇന്ന് ഞാൻ അവളെ ചെരുപ്പെടുത്തുന്നില്ല. എന്റെ പൊന്നും കൊടുത്ത് കൊച്ചമ്മേ, അവരുടെ ആ സിനാര രംഗം ഒന്ന് കാണേണ്ടതായിരുന്നു. ചില സിനിമയിൽ ഹീറോയും ഹീറോയിനെയും കാണിക്കുന്ന പോലെ ചില ഹീറോ കളിയും ചിരിയും മോത്തവും ചാട്ടവും ഒക്കെ കണ്ടോണ്ടിരുന്നാൽ നമുക്കേന്ന് വല്ലതും തോന്നുന്നു. ഞാൻ ഇന്നൊന്നുമല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പിള്ളേരല്ലേ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ അവിടെ നില്ല് മോളെ. മോളെ എന്താണ് ഇതേ കണ്ടോ? കണ്ടു അമ്മേ. പിന്നെന്താ ഇത്രയും താമസിച്ചത്? എന്റെ അമ്മേ, അവളങ്ങ് വർത്തമാനം പറയാൻ തുടങ്ങി. അവള് വർത്തമാനം തുടങ്ങിയ പിന്നെ നിർത്തുകയില്ല, എന്നോട്ട് വിടുകയില്ല. നീയോ? ഞാനും ഒരുപാട് വർത്തമാനം പറഞ്ഞു. ആഹാ, നാളെ നീ ചെല്ലണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ചെല്ലാമെന്ന് പറഞ്ഞു. ചെല്ലാതിരിക്കുന്നത് ശരിയാണമ്മേ? അല്ല, പറഞ്ഞെങ്കിൽ പോകണം. എടി നിർമ്മലേ, അമ്പലക്കുളത്തിന് അടുത്ത് തന്നെ അല്ലയോ നാളെയും ചെല്ലാൻ പറഞ്ഞത്? എന്താടി ഒന്നും ഉണ്ടാവോ? അങ്ങനെയാണ്. നിന്നെ ഞാൻ വിട്ടേക്കില്ല. ഇനി ഞാൻ കൊന്നു കളയും. ആഹാ, അത്രയ്ക്കാണ്. അവളെ കരയിക്കാതെ നീ കാര്യം പറ. എന്തോ എവളും ആ പ്രസിഡന്റിന്റെ അനിയനും തമ്മിൽ പ്രേമം പോലും. അവരിവിടെ ചതിക്കാനല്ലേ? ഒരു വലിയ വീട്ടുകാരൻ നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കും. നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങുന്നവനല്ലേ ആ എന്തരവൻ പ്രസിഡന്റ്? ഇതിനും ഒരു സമാധാനം വേണ്ടേ കൊച്ചുവാണ്. പ്രസിഡന്റ് വഷളനാണെങ്കിലും വേണു മര്യാദ ഉള്ളവനാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? വെള്ളം വയ്ക്കാതെ ഈ വേണു അങ്ങനെ ചതിക്കുന്നവനല്ല. എനിക്കാ പയ്യ നല്ലവണ്ണം. പിന്നെ എന്റെയും വേണുവിന്റെയും തന്ത ഒന്നാണെങ്കിലും തള്ള രണ്ടല്ലേ. നിങ്ങൾ മോക്കം വെച്ച് കൊടുക്കുകയാണോ? അയ്യോ, ആ കൊച്ചിനെ ഇവളും തമ്മി വല്ലപ്പോഴും ഒന്ന് കാണുകയോ വർത്തമാനം പറയുകയോ ശകലം ഒന്ന് ചിരിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. മോള് കഴിയാതെ മോളെ പഴയ കാലം വെച്ചോ ആണ്. ഇപ്പോഴത്തെ പെമ്പിളെ അങ്ങനെയൊക്കെ തന്നെ വേണം എന്റെ കൊച്ചുമാണ്. മോള് അപ്പുറത്തോട്ട് അത് നടപ്പില്ല. ആ വീട്ടുകാർ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് എന്റെ അനിയൻ നിർമ്മല അങ്ങ് മറന്നു കളി. അവളെ കൂടാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്ങനെയെങ്കിലും ചേട്ടത്തി ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്ത് വന്നാലും ആ കല്യാണം നടത്താൻ ചേട്ടൻ സമ്മതിക്കില്ല. എനിക്കും ഒട്ടും ഇഷ്ടമല്ല. ഈ കാര്യം ഞാൻ ചേട്ടനോട് പറയില്ല. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മയുണ്ടെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മ മരിച്ചുപോയത്. വീട്ടിലൊരു കുട്ടിയില്ല. അതിനുള്ള ഈശ്വരാനുഗ്രഹം നമുക്കുമില്ല. വേണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലും. ഞാനും ആലോചിക്കായിരുന്നു. ആലപ്പുഴ ഒന്നൊരാലോചന വന്നിട്ടുണ്ട്. അത് വേണ്ട. അങ്ങ് ഈ നാട് നന്നാക്കാൻ നാട്ടിന് വേണ്ടി ജീവൻ പോലും കളയാനും തയ്യാറായി നടക്കുന്ന ആളല്ലേ. പെൺകുട്ടി ഈ സ്ഥലത്തുനിന്ന് തന്നെ വേണം. ഈ സ്ഥലത്ത് അവന് പറ്റിയ ഒരു പെൺകുട്ടി എവിടെയുണ്ട്? നല്ലൊരു പെൺകുട്ടിയുണ്ട്. ഏതാ? ആ റേഷൻ കടയുടെ മകൻ. എന്ത് പറഞ്ഞു? റേഷൻ കടയുടെ മകൻ? അതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ആ പെൺകുട്ടിയുടെ എനിക്കൊന്നും കേൾക്കും. ആ പെണ്ണിനെ പറ്റിയോ അവരുടെ വീട്ടുകാരെ പറ്റിയോ മേലാൽ എന്നോടൊന്നും മിണ്ടിപ്പോരും. ഞാൻ ആലോചിച്ചാതെ പറഞ്ഞു തരാം. എന്നോട് ചോദിക്കരുത്. സ്നേഹവും നിർമ്മലയും തമ്മിൽ സ്നേഹമാണ്. സാധ്യമല്ല, ഒരു കാലത്തും സാധ്യമല്ല. നാടിനെ ദ്രോഹിക്കുന്ന അയാളുടെ വീട്ടിൽ നിന്ന് ഈ കുടുംബത്തിന് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ സാധ്യമല്ല. എന്റെ വീട്ടിന് ഒരു അന്തസ്സുണ്ട്, മഹത്വമുണ്ട്, പാരമ്പര്യമുണ്ട്. അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല.
നീ ഉറങ്ങിയില്ലേ? സ്വപ്നം എന്താ സ്വപ്നം? എന്തോന്നെ വേണ്ടതൊക്കെ മനസ്സിലാക്കി കിടന്നുകൊണ്ടാ നീ സ്വപ്നം കാണുന്നത്. കിടന്ന് പറഞ്ഞു എന്താ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല, മനസ്സ് വിശ്വസിക്കണ്ട. കാര്യമല്ല ഞാൻ അറിഞ്ഞു. ഈശ്വരനൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കും. നിന്റെ ദുഃഖം ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഞാൻ പോട്ടെ. പ്രസാദം. എല്ലാം മംഗളകരമായി. സഞ്ചി കാണിച്ചോട്ടെ. സഞ്ചി കാണിച്ച് ഓരോരുത്തരായിട്ട്. ശങ്കരിയാ പിണ്ണാക്ക് ഏത് പിണ്ണാക്കാണ് ചോദിച്ചു കൊടുക്കുക? വെള്ളം പിണ്ണാക്കാണോ തേങ്ങ പിണ്ണാക്കാണോ ചോദിച്ചു കൊടുക്കണം? തേങ്ങ പിണ്ണാക്ക് ഒരു വെളിച്ചെണ്ണ. ഇയാൾക്ക് പകുതി റേഷനേ ഉള്ളൂ. അല്ല, മുഴുവൻ റേഷനും ഉണ്ട്. കിണർ വാങ്ങിച്ചോണ്ട് പൊക്കണം. ഈ റേഷൻ ഉണ്ടായ കാലം മുതൽ റേഷൻ കടയിൽ നടത്തുക. പകുതിയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ പകുതിയേ ഉള്ളൂ. സൊസൈറ്റി കടയിൽ മുഴുവനും ഉണ്ടല്ലോ. അമ്മാരി ഇടപാട് തുടങ്ങിയല്ലേ ഉള്ളൂ. രണ്ടാഴ്ച കഴിയട്ടെ. എനിക്ക് റേഷൻ വേണ്ട. ഞാൻ എന്റെ തങ്കം കടയിലേക്ക് മാറ്റി വാങ്ങിച്ചോളാം. എന്റെ പണം തരാം. അങ്ങോട്ട് ചെല്ലേ. ശങ്കരി ഇങ്ങോട്ട് വാ. വണ്ടി നിനക്ക് മുഴുവൻ റേഷൻ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോലെ ഞാൻ തരില്ലേ മുഴുവൻ റേഷനും. എടുത്തു കൊടുപ്പേ. നമ്മുടെ ശങ്കരിക്ക് മുഴുവൻ റേഷനും കൊടുക്കേ. അങ്ങനെ സൗജന്യൊന്നും വേണ്ട. ഒരു സംഘം കള. പിന്നെ പകുതി റേഷനേ ഉള്ളൂ. ഇന്നലെ ഒഴിമൂറ് മോനോട് ഒന്നില്ല, എവിടെയും കണ്ടില്ലല്ലോ. എടുത്തു കൊടുപ്പേ. പകുതി മതി. പകുതി റേഷനേ ഉള്ളൂ. എടുത്തു കൊടുപ്പേ. ഇങ്ങോട്ട് വന്നേ. ഈ വീട്ടിൽ ചെന്ന് ഒന്ന് നോക്ക്. വിഷമിക്കട്ടോ, ഒരു കിലോ പിണ്ണാക്ക്. പിണ്ണാക്ക് ഒരു കിലോയ്ക്ക് 5 പൈസ വില കൂടുതലാണ് കേട്ടോ. റേഷൻ കട ഇത് കേട്ടോ. പത്രം ഒന്നും വായിക്കാറില്ലേ താമസേ? പത്രവായനയും പിണ്ണാക്കുമായിട്ട് എന്തുവാ ബന്ധം? ഉണ്ട്. രൂപയുടെ വില കുറച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ സൊസൈറ്റി കടയിൽ ചോദിക്കട്ടെ? അത് വേണ്ട. താമസം നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. താമസം പഴയ വിലയ്ക്ക് തന്നെ തരും. കൃഷ്ണപിള്ളേ, താമസത്തിന്റെ പിണ്ണാക്ക് പഴയ വില. മോളെ കാലുകൊണ്ട് മോളെ പാതി റേഷനേ ഉള്ളത്. പണം എടുക്കും. നിന്റെ നമ്മുടെ എടുത്തുകൊടുപ്പ മാമൻ ഇപ്പൊ വെച്ചോ. തേങ്ങ എടുത്തോ? ഇട്ടോ. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലല്ലോ. തേങ്ങയുടെ വില വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ്. അതെന്തുവാ? രൂപയുടെ വില കുറച്ച് കളഞ്ഞില്ലേ? നീ ഇട്ടോ. ഒരു 5 രൂപ ഇപ്പൊ വെച്ചോ. നാളെ ബാക്കി തരാം. അപ്പോഴേ രൂപയുടെ വില കുറച്ചാൽ പിണ്ണാക്ക് നിങ്ങൾ വിൽക്കുമ്പോൾ വില കൂട്ടുകയും തേങ്ങ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വില കുറയ്ക്കുകയും ചെയ്യുന്നതിനാ. അതാണ് തോമസേ കച്ചവടം, ബിസിനസ്. തോമസിന് പണയം എനിക്ക് തന്നില്ലേ? പിന്നെ പോക്കോ. ആരോടൊക്കെ സമാധാനം. അങ്ങനെയാണ്.
ചേട്ടൻ അനുകൂലിക്കുകയില്ല. ചേട്ടന്റെ അനുവാദം കൂടാതെ ഞാൻ എങ്ങനെ നിന്നെ വിവാഹം ചെയ്യും? വിഷമിക്കാതിരിക്കുന്നു. നിന്നെ അല്ല മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കും. ഇത് സത്യം. വെച്ചിട്ടില്ല. നിനക്കൊന്നും ഞാനും ഞാൻ കണ്ടോ പൊതുവിന്റെ യോഗ്യത. എന്റെ മകളെ ദുഷിപ്പിച്ചില്ലേ? ഒന്നേ ഉള്ളൂ സാർ, ഒറ്റ മകളെ ഉള്ളൂ സാർ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുണ്ട് ദൈവം? ഏത് രാജിയായതിൽ സന്തോഷമില്ലേ കുഞ്ഞുപിള്ളേ? സംശയിക്കാനുണ്ടോ? എത്രയായാലും ഇവനെന്റെ അനുജനല്ലേ. രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ കിടന്നു. എന്നാണ് ഞങ്ങൾ ഇറങ്ങട്ടെ. കുഞ്ഞുപിള്ളേ, സഹകരണ സംഘത്തിലേക്ക് ഒരു അപേക്ഷ കൊടുക്കണം. വസ്തു ഒഴിപ്പിച്ചെടുക്കാനുള്ള തുക അതിൽ നിന്ന് കടമായി തരാം. ഒഴിപ്പിച്ചെടുത്താൽ സഹകരണ സംഘത്തിൽ നിന്നും അതിന്റെ ആദായം എടുത്ത് കടം കിട്ടും. 6 മാസത്തിനകം വസ്തു നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു വലിയ സഹായമാണ് ഈ സംഘം പാവത്തിനൊക്കെ ചെയ്തു വരുന്നത്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ വേടാ അനിയ, നമുക്കിനി എത്രയും വേഗം കൂട്ടുകഴി സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യണം സർ. ഇനി എന്റെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നുള്ളതിന്റെ ഇരട്ടി നെല്ല് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയണം. എന്താ ഇരിക്കണം? വൈസ് പ്രസിഡന്റിനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കൂടാൻ കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കണം. ഈ പഞ്ചായത്തിൽ നീതി ന്യായവും നടക്കുമോ എന്ന് എനിക്കൊന്നും അറിയണം. വലിയ കുടുംബസ്ഥിതിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മാന്യമര്യാദമായി കഴിയണമല്ലോ. നിവൃത്തി ഉണ്ടാക്കാൻ പ്രശ്നങ്ങള് എന്താണത്? എന്താണ് എന്താണത് വല്ലായ്മ? കാര്യം എന്താണെന്ന് പറയൂ. എന്റെ അനുജൻ തെറ്റാണ് ചെയ്തു. നിങ്ങൾ നിശ്ചയിക്കുന്ന എന്ത് ശിക്ഷയും അവന് കൊടുക്കും. ഈ നാട്ടിൽ നിന്ന് വരെ അവന് പറഞ്ഞുവിടാം. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. പ്രസിഡന്റ് രാജിവെക്കുന്നത് എന്തിനാ? ഏഴ് കുറ്റം ചെയ്തു, അതിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കണം. ഇത് നിങ്ങൾ എന്തോ തീരുമാനിച്ചാൽ എനിക്കെന്തുവാ? പ്രസിഡന്റിനും അങ്ങയുടെ രീതിയിലും ആക്ഷേപമില്ല. ഈ പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് എന്റെ മുഖത്ത് ചളിവാരി എറിയാനാണ് അങ്ങയുടെ അനിയന്റെ കൊണ്ടതൊക്കെ ചെയ്യിച്ചത്. എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? എന്റെ മോളുടെ ഭാവി നശി, എന്റെ വീട് നശി. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് മതിയാനുണ്ട്. നിങ്ങളുടെ മകൾ ആരെങ്കിലും കണ്ണു കാണിക്കുമ്പോൾ എന്തിനാ ഇറങ്ങി ചെല്ലുന്നത്? അത് നാം അങ്ങനെ സംസാരിച്ചു. ഇക്കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനവും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാമെന്ന് പഞ്ചായത്തിന് ഞാൻ ഉറപ്പു നൽകുന്നു. എന്നെ കൂടെ സംബന്ധിക്കുന്ന കാര്യമാകയാൽ തീരുമാനമെടുക്കുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ശരിയല്ല. വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരട്ടെ. തീരുമാനം എന്നെ അറിയിച്ചാൽ ഞാനത് നടത്തില്ല. അല്ല, ഏതിനും ഒരു പരിഹാരമില്ലേ? ചേട്ടത്തിനെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോവുകയാണ്. എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. അവേഗം കാണിക്കില്ലേ അനിയ? നീ കുടുംബത്തിന്റെ അഭിമാനം തകർത്ത് കളഞ്ഞല്ലോടാ. അയ്യോ, ഇപ്പോഴൊന്നും പറയരുത്. എന്നോട് സമാധാനമൊന്നും പറയണ്ട. ഏതാ പരമ്പരയായി അന്തസ്സും അഭിമാനം പുലർത്തിപ്പോന്ന ഒരു വീടാണ്ടായി. നീ അത് നടിച്ചു.
ഇന്ന് വരെ മറ്റുള്ളവരെ പറ്റിയുള്ള പരാതി ഞാൻ കേട്ട് തീരുമാനിച്ചിട്ടില്ല. അല്ലാതെ എന്നെ പറ്റിയോ ഈ കുടുംബത്തെ പറ്റിയോ ഒരു പരാതി വേറെ എങ്ങും പോയിട്ടില്ല. നീ മൊഴിത്തം നിമിത്തം അതും ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ആയാലെന്താ? ഇനി നിങ്ങൾ എന്ത് ശിക്ഷ അങ്ങ് വിഷമിക്കേണ്ട. ന്യായമായ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാനത് അനുസരിക്കും. തീരുമാനം വേണു നിർമ്മലിയെ വിവാഹം കഴിക്കണമെന്നാണ്. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെ നിയന്ത്രണം വിടുന്നു. ആ രാഘവൻ നാട്ടുകാരെ ദ്രോഹിക്കുന്നവനാണ്, നീചനാണ്. അയാളുമായൊരു കുടുംബബന്ധം എന്റെ വീട്ടിൽ സാധ്യമല്ല. ഞങ്ങൾ തീരുമാനിക്കുന്ന എന്തും അംഗീകരിക്കാമെന്ന് പ്രസിഡന്റ് സമ്മതിച്ചതല്ലേ? നിങ്ങളുടെ തീരുമാനം ശരിയല്ല. നിങ്ങൾ സ്വന്തം കാര്യം വന്നപ്പോൾ മക്കളെ വിട്ടുപിടിക്കുന്നതെന്ന് ആളുകൾ പറയും. നിങ്ങളുണ്ടാക്കിയ സകല പ്രശസ്തിക്കും ദോഷമാണ്. ശാന്തനായി കാര്യം മനസ്സിലായി. അങ്ങക്കൊരു മകളുണ്ടെന്നും അവളെ പറ്റിയാണ് ഈ അപവാദം കേട്ടതെന്ന് വിചാരിക്കുക. അങ്ങെന്തിരി ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ യോജിപ്പല്ലേ നമ്മുടെ ലക്ഷ്യം. ഈ ബന്ധം കൊണ്ട് റേഷൻ കടയിൽ തന്നെ നമുക്ക് നന്നാമല്ലോ. ഇങ്ങനൊരു സംഭവം ഈ പഞ്ചായത്തിലുള്ള മറ്റൊരാളുടെ കാര്യത്തിൽ വന്നാൽ അങ്ങ് എന്ത് തീരുമാനമെടുക്കുമെന്ന് ചിന്തിച്ച് മറുപടി പറയും. നിങ്ങളുടെ തീരുമാനം ഞാൻ അംഗീകരിച്ചിരിക്കും. വേണുവിനെ കൊണ്ട് നിർമ്മലയെ വിവാഹം കഴിച്ചു. എന്റെ മോള് സന്തോഷത്തോടെ പോയി വാ. പിന്നെ രാധയെ പോലെ തുല്യ അവകാശം നിനക്ക് ആ വീട്ടിലുണ്ടെന്ന് നല്ലവണ്ണം ഓർത്തോന്നു. അതെ, അവള് ചിലപ്പോ നിന്റെ നേരെ മൂപ്പ് ഭരിക്കാനൊക്കെ വരും. ഒന്നും പകവെച്ചു കൊടുക്കരുത് മോളെ. ആ രാധയ്ക്ക് വലിയ തറവാട്ടുകാരിയാണെന്ന ഭാവമൊക്കെ കാണും. നീ അതിന്റെ അപ്പുറത്തേത് കാണിച്ചേക്കണം. ആ പ്രസിഡന്റിനും നിന്റെ ഭർത്താവിനും ഒരുപോലുള്ള അവകാശമാണ് അവിടെ. നീ ആരുടെ മുമ്പിൽ എണീക്കരുത്. ആരെങ്കിലും മുഖമേർപ്പിച്ചാൽ നീ കാലുമേ കാലും കയറ്റി അങ്ങ് ഇരുന്നേക്കണം. കേട്ടോ മോളെ? അല്ലേ ചെറുക്കനും പെണ്ണു പറഞ്ഞാൽ നേരമായില്ലേ? എല്ലാവരും ഇവിടെ കിറങ്ങി ഇരുന്നാലും എന്ന് പറഞ്ഞാൽ എന്റെ മോക്ക് വേണ്ട ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ? എടുത്തു കൊടുത്തേ. അവൾ അന്യൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുകയല്ലേ? അവൾക്ക് വല്ല പരിചയമുണ്ടോ? പിന്നെ റിയാക്ഷൻ നടത്തിയിട്ടില്ലേ ഓരോരുത്തർ പൊറുക്കാൻ പോകുന്നത്? ഇതൊക്കെ 10 ദിവസം കൊണ്ട് പഠിക്കാനുള്ളതല്ലോ ഉള്ളൂ. കൊച്ചുപാറു, നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ആ മോളെ, എടുത്തു കൊടുത്തേ. ആ പെട്ടി അങ്ങോട്ട് എടുത്തോ. ഞാൻ കാരണം അന്നിന്റെ നല്ല മനസ്സ് വളരെയേറെ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് നിന്നോടൊരു വിരോധമില്ല കുഞ്ഞെ. എനിക്കറിയാം അങ്ങയുടെ അനുജൻ എന്നെ വിവാഹം കഴിക്കാൻ ഇടയായത് കാരണം അങ്ങയ്ക്ക് വളരെയേറെ സങ്കടമുണ്ടെന്ന്. പക്ഷേ അങ്ങയുടെ അനുജനെ എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അത് മാത്രം ഓർത്ത് ഞങ്ങൾക്കെല്ലാം മാപ്പ് തരണം. ഈ വിവാഹം നടന്നതിന്റെ പിന്നിലുള്ള എല്ലാ കൃത്രിമങ്ങളും എനിക്കറിയാം. അവരോടെല്ലാം ക്ഷമിച്ചണേ. നീ ഇത്ര നല്ലവളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല.
ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. എന്റെ മോളെ ആ എൻപിയുടെ വീട്ടിൽ താഴ്ത്തി വന്നു. എടാ എടുത്തു കൊടുപ്പേ, എന്റെ ബുദ്ധി സമ്മതിച്ചോ? ഞാൻ പണ്ടേ നിങ്ങളെ സമ്മതിച്ചിരിക്കുക. ആ പ്രസിഡന്റ് ഇപ്പൊ നാട് നന്നാക്കാൻ നടക്കുകയാണ്. നന്നാക്കിക്കോട്ടെ. പക്ഷെ അവന്റെ സകല സ്വത്തുക്കളും നമ്മുടെ വായ്മേരി കൊച്ചുമോറക്കുട്ടി. അതെങ്ങനെയാ? ഞാൻ പറയാം. നമ്മുടെ എൻപിയുടെ മറ്റിപ്പമ്പറന്നവർക്ക് കൊച്ചുങ്ങളുണ്ടാവില്ല. അപ്പോ ആ സ്വത്തുക്കളെല്ലാം എന്റെ മകൾക്കും അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾക്കുമായിരിക്കും. മനസ്സിലായി? പിന്നെ നമ്മുടെ കഥ അതങ്ങ് മോശമാകുന്നെങ്കിൽ മോശമാകട്ടത്. അയ്യോ, എടുത്തു കൊടുത്തപ്പോൾ എന്റെ പേര് പോലും നിലനിർത്താൻ നോക്കില്ല മുതലാളി. അല്ല, കുഞ്ചുപിള്ളയോ? കുഞ്ചുപിള്ളേ, പ്രസിഡന്റ് തന്നെ അനിയൻ അരിയറ പറയിച്ചല്ലോ. വാശി വേണ്ടായോടോ ആണുങ്ങൾക്ക്? ഒരു വാശിയും വേണ്ട. ഈ രൂപ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് എന്റെ വസ്തു ഇങ്ങോട്ട് വിട്ടു തന്നാട്ടെ. ഈ രൂപ എനിക്ക് ഉടന്നു കിട്ടിയോടോ? സൊസൈറ്റിയിൽ നിന്ന് കടമെടുത്തു. എന്നാ പിന്നെ എന്റെ കടം കടന്നുകൊള്ളില്ലായിരുന്നോടോ? നിങ്ങളുടെ കട എന്റെ പിള്ളേരുടെ കാലത്തും തീർക്കാനൊക്കെയില്ലേ? ഇത് സൊസൈറ്റിക്കാർ ആദായമെടുത്ത് കടം വീട്ടി എനിക്ക് വസ്തു വിട്ടുതരും. അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ വസ്തുവിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞേക്കാം. സൊസൈറ്റിക്കാരുടെ ഇടപാട് ഒരു പുല്ലപ്പായല്ലോടാ. എങ്കിലും അവര് നമ്മുടെ വയറ്റ് തടിച്ചല്ലോടാ. ഞാൻ സൊസൈറ്റിയിൽ അപേക്ഷ കൊടുക്കട്ടോ മുതലാളി? എന്തിന്? അല്ല, സൊസൈറ്റിയിൽ നിന്ന് രൂപ വാങ്ങിച്ചോണ്ട് മുതലാളി വീടും പേരോടും മുതലാളി ഇങ്ങനെ തിരിച്ചു തരുമല്ലോ. എടാ, നിനക്ക് ദുർബുദ്ധി തോന്നിയല്ലോ. വേണ്ട നീത്തി, അരി ഞാൻ വാർക്കാം. ചേട്ടത്തി അപ്പുറത്ത് പോയിരുന്ന് അല്പം വിശ്രമിക്കും. പോകൂ പോകൂ. ഇവിടെ കൊണ്ട് തോറ്റു. അരി വാർത്തയാണേ, തിളച്ച വെള്ളമാ. തുടല്ലേ, എനിക്ക് ഇച്ചിയാവുന്നു. തിളച്ച വെള്ളത്തേക്കാൾ ചൂടല്ലേ നിനക്ക്? നിന്നോടൊന്ന് വർത്തമാനം പറയാൻ പോലും കിട്ടുന്നില്ലോടി പെണ്ണെ. ചേട്ടത്തെ കൊണ്ട് വീട്ടു ജോലി മുഴുവനും ചെയ്യിപ്പിക്കുന്നത് ശരിയാണ്? പാവം ചേട്ടത്തി എന്ത് ജോലിയാണെന്നറിയോ ചെയ്യുന്നത്? അത് ശരിയാണ്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ എനിക്ക് അല്പ സമയം തരണം. ഇല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് അപേക്ഷ കൊടുക്കും കേട്ടോ. നീ ആ പുസ്തകം അവിടെ വെച്ചിട്ട് അപ്പുറത്തേക്ക് ചെല്ല്. ആ പെണ്ണിനെ ഒറ്റയ്ക്കിട്ട് കഷ്ടപ്പെടുത്താതെ. നിർമ്മല എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല. എന്ത് നല്ല സ്വഭാവമാണ് അവളുടെ. വേണു, നീയാണടാ ശരി. നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചെങ്കിൽ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കില്ലായിരുന്നു. നിശ്ചയമായി. അപ്പൊ ചേട്ടൻ ചേട്ടത്തി കണ്ടുപിടിച്ചത്? അതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ സുഹൃതം. നീത്തി, നീ ഇവളെ ഇങ്ങനെ കൊച്ചമ്മച്ചമായി ചിരിച്ചേച്ച് നീ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്തിനാണ്? ചേട്ടത്തിയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. അവൾ വെറുതെ പറയുന്നതാ. എടാ വേണു, നീ ഈ കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാനാണോ? രണ്ട് അടുക്കളക്കാരികൾ ഇരിക്കട്ടെ ഏട്ടാ. വേണു, ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഒരു 10 ദിവസം അഭ്യൂഹം ആഘോഷിക്കാറുണ്ട്. നീയും നിർമ്മലയും കൂടി വല്ല ഊട്ടിയിലോ തേക്കടിയിലോ പോയി ഒന്ന് ആഘോഷിച്ചിട്ട് വാ. കാടും മേടും നിങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാണല്ലോ. ചേട്ടൻ കൂടെ വരുന്നോ? ഏതാ വഷതാ മധു ഇതുവിന് കൂട്ടുകാർ വേണോടാ. അതും ചേട്ടൻ. ചേട്ടത്തി ഇവിടെ വരട്ടെ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. ചേട്ടന് തീരെ സുഖമില്ല. എപ്പോഴും ഈ പഞ്ചായത്തെന്നും സൊസൈറ്റി എന്നും പറഞ്ഞുള്ള ഈ അലച്ചിൽ നല്ലതല്ല. വല്ലപ്പോഴൊക്കെ വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് 2 ആഴ്ച അവധിയെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടി തേക്കടിക്ക് പോകാം. അത് നല്ലതാണ്. ഓഹോ, അപ്പൊ നിനക്കും മധു ഇതൊന്ന് ആഘോഷിച്ച കൊള്ളാവുന്നുണ്ടല്ലേ?
ചിത്രാപൂർണം രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ കാലത്തുറങ്ങി ഉണർന്നപ്പോൾ നിന്റെ നാണമെല്ലാം എവിടെ കവർന്നെടുത്തു കള്ളനൊരാൾ കവർന്നെടുത്തു ചിത്രാപൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ കിടക്കമുറിയിലെ മുത്തുവിളക്കുകൾ കാത്തു വന്നു കെടുത്തുമ്പോൾ കിടക്കമുറിയിലെ മുത്തുവിളക്കുകൾ കാത്തു വന്നു കെടുത്തുമ്പോൾ മൂകവികാരങ്ങൾ വാരിച്ചൂടിയ മൂറുകടത്തുവിലെവിടപ്പോ ചിത്രാപൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ സകലം തെങ്ങിലെ കെട്ടിയ മാലതീലത പോലെ മേലാസകലം തെങ്ങിലെ കെട്ടിയ മാലതീലത പോലെ മാറിൽ പടർന്നു കിടന്നപ്പോൾ പൂത്ത മോഹങ്ങളെല്ലാം എവിടപ്പോ പകർന്നെടുത്തു ദേവനൊരാൾ പകർന്നെടുത്തു വിടർന്ന കരളിലെ മുന്തിരിതളിലെ വീഞ്ഞു പകർന്നു കുടിക്കുമ്പോൾ വിടർന്ന കരളിലെ മുന്തിരിതളിലെ വീഞ്ഞു പകർന്നു കുടിക്കുമ്പോൾ മധുവിധുരാത്രികൾ പുൽകി വിടർത്തിയ മധുര സ്വപ്നങ്ങൾ എവിടപ്പോ പകുത്തെടുത്തു ആരനൊരാൾ പകുത്തെടുത്തു ചിത്രാപൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ കാലത്തുറങ്ങി ഉണർന്നപ്പോൾ നിന്റെ നാണമെല്ലാം എവിടപ്പോ മനുഷ്യർ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറിയാൽ ജീവിതം എത്ര ആനന്ദകരമായിരിക്കും. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. നമ്മൾ 4 പേരും ഒരാളുടെ മനസ്സ് അല്പം ദുഷിച്ചാൽ മതി, ഈ ഉള്ള ആനന്ദവും സുഖവും എല്ലാ അർത്ഥം. അതിരിക്കട്ടെ, ഹോട്ടലിൽ താമസിക്കുമ്പോഴെങ്കിലും അല്പം നേരത്തെ ഉറങ്ങിക്കൂടെ? തന്നെയുമല്ല, ഈയിടെ വിവാഹിതരായ ചെറുപ്പക്കാരുടെ വികാരവും ഒന്നും നിനക്ക് മനസ്സിലാകില്ല രാധേ. മനുഷ്യരായാൽ ഔചിത്യബോധം വേണം. എന്താ നമ്മളങ്ങ് വയസ്സായി പോയോ? അങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ല.
നമ്മളെ പഴി പറയുകയാണ്, ചേട്ടന് ആവശ്യക്കാരൻ. നീ വാ. എന്റെ ജീവിതത്തിൽ ഇത്രയും ആനന്ദകരമായ ഒരു രാത്രി ഇതിനു മുമ്പുണ്ടായിരുന്നു. അതെങ്ങനെ? പഞ്ചായത്തിലെ പ്രേമഭാജനം. അതെ അതെ, പഞ്ചായത്ത് പ്രേമഭാജനം തന്നെ. നിർമ്മലെ, നമ്മുടെ ആ എഴുത്തുകൊടുപ്പിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കേണ്ടതാണ്. എന്തിനും സ്നേഹസമ്പന്നനും കാമുക ഹൃദയം അറിയാവുന്നവരുമായ ആ എഴുത്തുകൊടുപ്പ് നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭീരുക്കളായ നമ്മൾ ഇപ്പോഴും ആ കുട്ടിക്കാടിൽ തന്നെ കഴിയുമായിരുന്നു. അതുകൊണ്ട് എടുത്തുകൊടുപ്പ്. നമ്മുടെ ആള് വരുന്നു. പറഞ്ഞോ ഇതെന്തോ വേണ്ട? 5 രൂപ ചില്ലറയുണ്ടോ? 5 രൂപയ്ക്ക് ചില്ലറ ചേച്ചികളെ പോ എടുത്തോടേ. അകത്തെടുത്ത് വയ്യണ ദാരിദ്ര്യവാസി. എടുത്തുകൊടുപ്പേ, എടുത്തുകൊടുപ്പേ. ഇപ്പൊ എടുപ്പേ ഉള്ളൂ, കൊടുപ്പില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയാ നമ്മുടെ കട പൂട്ടേണ്ടി വരുവാടാ. പോയാലെന്നല്ല, പോയി കഴിഞ്ഞു. പിന്നെ പൂട്ടാത്ത എന്താണെന്ന് ചോദിച്ചാൽ മുതലാളിയുടെ തൊലിക്കട്ടി ഉണ്ടാ. എന്റെ ആ ഇതിനൊക്കെ പകരം ഞാൻ ആ പ്രസിനോട് ചോദിച്ചോ. എടുത്തോണ്ട് പോയി ഒരു ചായ ഉണ്ടോ അങ്ങോട്ട്? പിന്നെ നമ്മൾ തമ്മിൽ പച്ചവര് തുടങ്ങിയിട്ട് എത്ര നാളായി. എന്നിട്ട് ആ സൊസൈറ്റി കടയിലോട്ട് പച്ച മാറ്റിയത് അത്ര ശരിയായില്ല. എന്റെ അഭിപ്രായം പറയാം. അവിടെ സാധനം എല്ലാം വിലക്കുറവുണ്ട്. പക്ഷേ സുഖത്തിൽ കള്ളം കാണിച്ചിട്ട് ഒരു കണ്ണുമില്ല. ആ ശരി മുതലാളി, ഇന്ന് മുതൽ സൊസൈറ്റി വിലയ്ക്ക് എല്ലാ ചരക്കും ഞാൻ ഇവിടെ നിന്ന് തരാം. എന്താ വിലയ്ക്ക് ചായ ഉണ്ട്? വേണ്ട വേണ്ട. അതെ, ഇത്ര നാളും സിഗരറ്റും ചായ ഒന്നും തന്നില്ലല്ലോ. ഞങ്ങൾ സൊസൈറ്റിനെ കിടക്ക് വാങ്ങിച്ചു. കൊടുക്കണം. പണ്ടേ നഷ്ടം. മുതലാളി എന്താണ് നമുക്കൊരു ശാപമായിട്ട് തീർന്നിട്ടുള്ള ഈ ഒരു ബോർഡാ ന്യായവിലെടുപ്പോ. ഇത് വായിച്ച മനുഷ്യരാരെങ്കിലും ഇവിടെ വരൂ? സന്യാസിമാർ പോലും അരി വാങ്ങിക്കാൻ പറ്റത്തില്ല. പാരി കിലോ, പൂവരി കിലോ, ഗോതമ്പ് കിലോ. ഈ കിലോ കിലോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കിടക്കണം. ഞാനത് വേല കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ പറയണ എന്തോ എന്തോ ഗാന്ധിയുടെ പറയടാ. ഇത് കണ്ടാ എല്ലാവരും കൂടെ വരും. റേസ് ചെയ്തെങ്കിലും കൂട്ടുകൃഷിക്ക് ആളുകൾ തയ്യാറാകുമെന്ന് തോന്നി. ചിലരെ നിർബന്ധിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാം. തുടങ്ങാം. അവിടെയുള്ള എന്റെ നിലം മുഴുവൻ ഞാൻ നടത്താം. ഞാൻ ഇറങ്ങട്ടെ. കാപ്പി ഉണ്ടെന്നല്ലോ. എന്താ എന്താ വേണോ വേണോ? നിർമ്മല നിർമ്മല എന്ത്? നീ പോയി ഡാക്ടറെ വിളിച്ചത്. നിർമ്മലയ്ക്ക് ഒരു വലിയ രോഗമാണ് ഗർഭം. ഡോക്ടർ
എടി കൊച്ചുപാറു, ഇനി നമ്മുടെ കഷ്ടകാലത്തിന് ആ മച്ചിത്തുന്നവർക്ക് ഗർഭമാണെങ്കിൽ നമ്മുടെ മോക്ക് പാതി സ്വത്തേ കിട്ടൂ. എന്റെ മകൾക്ക് പകുതി സ്വത്തേ കിട്ടുള്ളൂ പറഞ്ഞപ്പോ അത് നീ തിരിക്കുകയാണോ? എടുത്ത് കൊടുപ്പ്. പകുതി സ്വത്തേ കിട്ടുള്ളൂ എന്ന് അങ്ങനെയായിരുന്നോ പറഞ്ഞത്? പിന്നെ നീ വാ, നമുക്ക് കട തുറക്കാൻ സമയമായി. കട തുറന്നില്ലേലും വലിയ തെറ്റിയോടൊന്നുമില്ല, എടുത്തു കൊടുപ്പ് വേണ്ടല്ലോ. എന്തായാലും ഗർഭിണി നീ എന്തിനാ ഇതൊക്കെ പിടിച്ചു മാറ്റുന്നത്? അതെ, ഞാൻ അവിടെ എന്തിന്? വയസ്സിൽ വല്ല കയ്യോ കാലോ മുട്ടിയാലോ? വന്നേ. അല്ല, ആരൊക്കെയാണിത്? കൊലക്കാരമായതാ കണ്ടിട്ട്. വരണം വരണം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇരിക്കണം. ഇരിക്കാനൊന്നും നേരമില്ല. ഞങ്ങളുടെ മകളെ പ്രസവത്തിന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. എടുത്തു കൊടുപ്പേ. എവിടെയാവൻ? ആ പലഹാരം അകത്തോണ്ടി വെക്കേ. ഇവിടെ അല്ലടാ മണ്ട, അകത്ത് വെക്കേ. ആ ഒരു കാര്യം മാത്രം പറയണ്ട. അവളെ പ്രസവത്തിന് ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയും ഈ വീട്ടിന്റെ ഐശ്വര്യമാണ് നിർമ്മല. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. കഴിഞ്ഞതെല്ലാം മറന്നു കളയണം. എന്റെ അറിവുകൾ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സൊസൈറ്റിക്കാർക്ക് അറിവുകൾ വരുമോടി കൊച്ചുപാറു? ഏതായാലും ഇരിക്കണം. ഏതായാലും ഞങ്ങളുടെ മോടെ ആദ്യത്തെ പ്രസവം എനിക്കെടുക്കണം. അവളെ ഞങ്ങൾ കൊണ്ടുപോകും. രാധയും നിർമ്മലയും ആശുപത്രിയിൽ പ്രസവിച്ചാൽ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ ഭാര്യ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. പ്രായമായ പ്രസവമല്ലയോ? കണ്ടറിയണം. അല്ല, പ്രസവത്തിനും സഹകരണം വേണോ? എന്റെ മോളെ ഓരോ ആശുപത്രിയിലും കൊണ്ടുപോകണ്ട. ഞങ്ങളുടെ അയലൊക്കെ ഒന്നാം തരം പതിച്ചുകളുണ്ട്. നിങ്ങൾ എന്റെ കൊച്ചുപാറക്കുട്ടിയൊന്ന് നോക്ക്. ഒരു ആശുപത്രിയിലും പറ്റില്ല. ആദ്യത്തെ പ്രസവത്തോടെ ഈ വണ്ണം വരും. പിന്നെ കണ്ടാൽ എന്നെക്കാൾ പ്രായക്കൂടുതൽ തോന്നിക്കുന്നത് പ്രസവകാലത്ത് ദേഹരക്ഷപ്പെടാം. എപ്പോ വന്നു? ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നിർമ്മലയോടെ അവിടെ വിളിക്കും. അവൻ ഇപ്പൊ വരും. അമ്മ അകത്തേക്ക് വരണം. അമ്മയോ? നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമില്ലേ വെമ്പറന്നവരെ? നീ വാടി കൊച്ചു പറഞ്ഞു. നമുക്ക് നമ്മുടെ മരുമകനെ ഒന്ന് കാണാം. അവർ പറയുന്നൊന്നും നീ കാര്യമായി വിചാരിക്കണ്ട. നിന്റെ മുഖത്ത് അസുഖത്തിന്റെ ഒരു മട്ടും കാണരുത്. നല്ല വിഷമിക്കും. എടീ കൊച്ചുപാറു, ഈ പെണ്ണിന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇനി നിർബന്ധിക്കണ്ട. ഇനി നിർബന്ധിച്ച അതിലൊരു പ്രത്യേക സമ്മതിച്ചേക്കും. അങ്ങനെ നമ്മൾ പെണ്ണിനെ കൊണ്ടുപോയാൽ ആശുപത്രി ചെലവ്, പ്രസവ ചെലവ് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ? ഇനി നിർബന്ധിക്കുന്നില്ല. പ്രസവം കഴിഞ്ഞ് കൊച്ചിനെയും തള്ളയും കൂടെ കൊണ്ടുപോകാം. എന്താ? പതുക്കെ ചിരിയടാ. മോളെ, എന്റെ മോക്ക് എന്തോ പറ്റി? എന്റെ കുഞ്ഞങ്ങ് വളരെ ക്ഷീണിച്ചു പോയ. ഞാൻ നിർമ്മല കുഞ്ഞിന്റെ അമ്മയുടെ കൂടെ വന്നാണ്. എന്തെന്ന്? എടുത്തുകൊടുപ്പ്. എന്നെ കേട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലേ? നീ ഒരു കാര്യം ചെയ്യും. എന്റെ മുതലാളിയുടെ കൂടുന്നില്ല. എനിക്കാണ് പട്ടിയാണ് ചിരിച്ചിരിക്കുന്ന ആണോ പോയി. നീ എന്താണ് കളിച്ചിരിക്കുന്നത്? ചേട്ടൻ നിർമ്മലെ അയക്കില്ലെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ചേട്ടനും ചേട്ടത്തിക്കും വിട്ടുകൊടുത്താൽ മതിയോ മോനെ? ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നുമില്ല. ഓ, നമ്മളോ ഒന്നും പറയേണ്ടടി കൊച്ചുപാറു. അതെ, അനുഭവം വരുമ്പോഴൊക്കെ പഠിച്ചോളൂ. അനുഭവം വരാതെ പഠിച്ചാൽ എല്ലാവർക്കും നന്ന്. എന്താണ് നീ ഇങ്ങനെ നിൽക്കുകയാണോ? അവരൊക്കെ വേണ്ടവർ സൽക്കരിക്കണ്ടേ? നീ എല്ലാം ചേട്ടനുണ്ടല്ലോ. എന്നാ ചേട്ടന്റെ തല വെച്ചോ. അത് തന്നെ. ആ, ചായ കഴിച്ചാട്ടെ. നീ ഒന്ന് കഴിക്കേ. പിന്നെ നിങ്ങൾക്കാർക്ക് നിർമ്മല അയക്കാൻ അത്ര ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ
അവരെ വേണ്ട പോലെ നോക്കണം. അതൊന്നും പ്രത്യേകിച്ച് പറയണമെന്നില്ല. നിർമ്മലയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ ശ്രദ്ധയുണ്ട്. ഇവർ രണ്ടുപേരെയും ആശുപത്രിയിൽ അയക്കാൻ പോവാണ്. ചേട്ടനാണോ? അല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനും ഒറ്റയ്ക്കോ? കൊച്ചമ്മ ആസ്പത്രിയിലാണ്. പിന്നെ പ്രസവത്തിന്റെ അസുഖം തുടങ്ങി. ഞാൻ വഴിപാട് കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുകയാണ്. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വേറൊന്നും തോന്നരുത് കേട്ടോ. ഈ കൊച്ചമ്മമാർക്ക് സന്താനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? പിന്നെ ഞാൻ എന്ത് വേണം? നിനക്കൊരു കുഞ്ഞുകാലം കാണണമെന്ന് പ്രാർത്ഥിച്ചാലെന്താ? അയ്യോ, വേണ്ട വേണ്ട, എന്നെ കല്യാണം. ആദ്യമായിട്ട് ഒരു നല്ല ഭർത്താവിന് സുന്ദരൻ, അതായത് എന്നെ നാല് രാമ 2 ദിവസമായിട്ട് എന്റെ ഇടത്തെ കണ്ണ് ഇങ്ങനെ ഒരു തുടിപ്പ്. കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്നൊരു തോന്നല്. തോന്നുന്നു. നോക്കി തുടിപ്പ് നോക്ക്. നീ പ്രാർത്ഥിക്കുന്നില്ല പറയാം. ഈ കണ്ടോ? എന്നാലേ നാളെ മുതൽ എനിക്ക് കല്യാണം വേണ്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. എടുത്തെടുത്ത് പോയിക്കോട്ടെ. ഡോക്ടർ പുറത്തേക്ക് വരുന്നില്ലല്ലോ. ചേട്ടൻ വിഷമിക്കാതിരിക്കണം. ഒന്നാമത് ചേട്ടൻ സുഖമില്ലാത്ത ആളാണ്. നിർമ്മലയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. എന്താ ഡോക്ടർ? നിർമ്മലയുടെ പ്രസവം അല്പം കുഴഞ്ഞ കേസാണ്. ഞാനെന്റെ എല്ലാ കഴിവുകളും നോക്കുന്നു. ഈ മരുന്ന് ഉടൻ വാങ്ങണം. ഇവിടെ ഒന്നും കിട്ടില്ല. കാറെടുത്ത് എറണാകുളത്ത് പോകണം. രാവ പ്രസവിച്ചു. ആൺകുഞ്ഞ്. നീ പോയി ഇന്ന് വായിക്കുന്നു. അല്ലെങ്കിൽ തുണ്ടിഞ്ഞ് വായിക്കുന്നു. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് തന്നെ പോയിട്ടു. പ്രസവം നടന്നില്ല. ഡോക്ടർ വിളിക്കുന്നു. നിർമ്മല പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞതാണ്. വിഷമിക്കരുത് ഫ്രണ്ടി. ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ എന്ന നിലയിൽ എന്റെ സകല കഴിവും ഞാൻ നോക്കുന്നു. ഡോക്ടർ എന്താണ് ഇങ്ങനെ പറയുന്നത്? കുട്ടി മരിച്ചു. നിർമ്മല ബോധമില്ലാതെ കിടക്കുകയാണ്. അവളുടെ സ്ഥിതി എന്താകുമെന്ന് ഇപ്പോഴെനിക്ക് പറയാൻ നിവൃത്തിയില്ല. അവളുടെ ഹാർട്ട് വളരെ വീക്കാണ്. ബോധം തെളിയുമ്പോൾ കുട്ടി മരിച്ചുപോയെന്നറിഞ്ഞാൽ ആ ഞെട്ടിൽ നിന്നും അവൾ രക്ഷപ്പെടുകയും തീർച്ച.
ആ ഞെട്ടിൽ നിന്നും അവൾ രക്ഷപ്പെടുകയില്ല. തീർച്ചയായും. എന്റെ നിർമ്മല മരിക്കാനിടയാകരുത്. രാധയുടെ കുഞ്ഞിനെ നിർമ്മലയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തും. ഈ രഹസ്യം നാം രണ്ടുപേരും രാധയും മാത്രം അറിഞ്ഞാൽ. നിങ്ങളൊരു വലിയ മനുഷ്യർ. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരികയില്ല. ജീവിതകാലം മുഴുവൻ എന്റെ കുഞ്ഞ് എന്റേതല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. 10-15 കൊല്ലം കാത്തിരുന്ന് എനിക്ക് ജനിച്ച കുഞ്ഞാണ്. രാധേ, വേണ്ട, എന്നോടൊന്നും പറയണ്ട. താൻ പ്രസവിച്ചിട്ട കുഞ്ഞ് തന്റേതല്ലെന്ന് പറയാൻ ഒരമ്മയ്ക്കും കഴിയില്ല. എന്നെ നിർബന്ധിക്കരുത്. നിന്റെ കുഞ്ഞ് നിന്നോടൊപ്പം തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നത്? നമുക്കറിയില്ലേ ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാണെന്ന്? എന്നോട് ക്ഷമിക്കണം. ഇവൻ എന്റെ കുഞ്ഞാണ്. ഞാൻ മാത്രം അറിഞ്ഞാൽ എനിക്ക് തൃപ്തിയാവൂല. എല്ലാവരും അറിയണം, ലോകം മുഴുവൻ അറിയണം. അറിഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ അമ്മയാണ്. അമ്മ. അപ്പൊ നിന്റെ അനുജത്ത് മരിച്ചു കിട്ടുന്നു. ഡോക്ടർ പറയുന്നു കുട്ടി മരിച്ചുപോയെന്നറിഞ്ഞാൽ പിന്നെ അവൾ ജീവിക്കുകയില്ലെന്ന്. അവൾക്കിപ്പോഴും ബോധം വീണിട്ടില്ല. നീ എന്ത് തീരുമാനിക്കുന്നു കാര്യം? നിർമ്മല മരിച്ചുകൊള്ളട്ടെ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ശരി, നിന്റെ മനസ്സിനെ കൂടെ ഞാൻ വേദനിപ്പിക്കുന്നു. നീ കുഞ്ഞിനെ തരികയില്ലെന്ന് ഞാൻ ഡാക്ടറോട് പറയാൻ പോകും. വേണ്ട, പറയണ്ട, പറയണ്ട. എന്നെ മരിച്ചൂടാ, അവള് മരിച്ചൂടാ. കൊണ്ടുപോകും, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ അടുത്ത് കിടക്കും. വേഗം അവളെ രക്ഷിക്കൂ, കൊണ്ടുപോകൂ. കൃഷ്ണമായിരിക്കുമെന്ന് ഒരു അന്തസ്സിന് വേണ്ടി പറയുക അവിടെ കൊച്ചു മരിച്ചുപോയെന്ന്. എന്റെ മോടെ കുഞ്ഞ് എന്ത് മിടുക്കനാണെന്നോ. അവൻ എന്നെ കണ്ടപ്പോഴേ കൈയെടുത്തിട്ട് ഇനി വന്നു. എന്റെ കൊച്ചുപാറു, ഞാൻ ആദ്യം പറഞ്ഞത് ആ മച്ചിപ്പമ്പറന്ന് ഒരു കുറവില്ലാന്ന്. ചേട്ടത്തിക്കും അനിയത്തിക്കും ഒരുപോലെ ഇഷ്ടമാണ് കൊച്ചിന്. അവിടെ ചെല്ലുന്നവര് ആര് പറ്റതാണെന്ന് പറയത്തില്ല. എനിക്ക് അതാ പേടി. ആ മൂധേരി നോക്കിയാൽ എന്റെ കുഞ്ഞിന് ആയുർദോഷം വരും. എന്റെ ഭഗവാനെ, എന്റെ കൊച്ചുമോന് വല്ലതും വരുമോ എന്തോ. ആ, ഇനി നമുക്ക് നിർമ്മലയും കുഞ്ഞിനെയും ഇങ്ങോട്ട് വരണം. അയ്യോ, നിർമ്മല കുഞ്ഞു വരില്ല. അവർ ചേട്ടത്തിക്കും അനിയത്തിക്കും ഒരമ്മ വെച്ച മക്കളെക്കാൾ സ്നേഹമാണ്. കഴുതയാണ് ആ പെണ്ണ്. ഇങ്ങനെ മകളല്ലേ? എടാ എടുത്തു കൊടുപ്പേ, അവൾ എന്റെ മകള് തന്നെ. നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വയറ് വിശക്കുന്നുണ്ട്, ചിരി വരുന്നില്ല. നീ ചിരിക്കണമെന്നില്ല. എന്നാ ഞാനൊന്ന് ഉണ്ടിട്ട് വരട്ടെ. നീ ആ ഇല എടുത്തൊന്ന് കളഞ്ഞേരും. കടയിലെ എടുത്തു കൊടുപ്പ് ഇപ്പൊ എച്ചിലെല്ലാം എടുത്തു കൊടുപ്പാക്കിയ ചുമ്മാ കിട്ടുമെന്ന് മോനെ, മോൻ ഓടിവാ, ഓടിവാ, ഓടിവാ. ഇങ്ങോട്ട് വേണം മോനെ. അടുത്ത ആണ്ടിലെ ഓണത്തിന് വലിയ നിന്നെ കൂടെ ഇരുത്താവിടാൻ മോനെ.
അവന് വല്യമ്മയോടാണ് ചേട്ടാ കൂടുതൽ ഇഷ്ടം. അവൻ നമ്മുടെ ആശയം കൂടെ ഇരുന്ന് ഒന്നിട്ട്. ചേട്ടത്തി, ഞാൻ നിർമ്മലയുമായിട്ട് തർക്കം. ചേട്ടത്തി പറയണം ആര് പറഞ്ഞാണ് ശരിയെന്ന്. ഞാൻ പറയാം. എന്താ? ഇവൾ പറയുന്നു മോൻ എന്റെ ഛായയാണ്, ഞാൻ പറയുന്നു മോൻ ഇവളുടെ തനി ഛായയാണ്. ആര് പറഞ്ഞാണ് ശരി? ഇത് നിർമ്മലയുടെ ഛായ തന്നെ. ഇപ്പോഴോ? അല്ലല്ല, മോൻ വേണുവിന്റെ തല സ്വരൂപമാണ്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾ പെണ്ണുങ്ങൾക്കാണ് കുട്ടികളുടെ ഛായ നിശ്ചയിക്കാൻ കഴിവുള്ളത്. രാജം, എന്നാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോ. അവൻ ഇവിടെ ഇരുന്ന് ചോറുണ്ണ നിർബന്ധിക്കും. അതെ, നിങ്ങളാരും വള്ളംകളി കാണാൻ പോകുന്നില്ലേ? പോണം ചേട്ടാ. ആരൊക്കെ പോയാലും ശരി, കുഞ്ഞിനെ വേര് വിളിക്കാൻ ഞാൻ സമ്മതിക്കും. നിങ്ങളെല്ലാരും പോയിട്ട് വരും. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. അവനെയും കൂടി കൊണ്ടുപോകാൻ ചേട്ടത്തി. വേണ്ട, വേണം. നീ നിർമ്മലയും കൂടെ പോ. വല്ല ചാറ്റ മഴ വെച്ചുണ്ടെങ്കിൽ കുഞ്ഞിനെ നനയിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരുന്നോളാം. ഞങ്ങൾ എത്ര കളി കണ്ടതാ. ഞാൻ പോയിട്ട് വരട്ടെ ചേട്ടത്തി. വേഗം വരണേ. പാലിപ്പ് കൊണ്ടുവന്ന എന്തിന്? ചേട്ടത്തി പാലെടുക്കാൻ പോകാനൊന്നും അവൻ സമ്മതിക്കില്ല. ഇവിടെ വെച്ചേക്കാം, കുറെ കഴിഞ്ഞ് കൊടുത്താൽ മതി. നിർമ്മല, അതൊക്കെ ചേട്ടത്തി കൊടുത്തോളും. നീ വേഗം വാ. ഇപ്പൊ വള്ളംകളി തുടങ്ങി കാണും. ഞങ്ങൾ വരട്ടെ. അയ്യോ നിർമ്മല, അതോ അമ്മ?
രാധേ, കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കിരുന്നത് ഞാൻ യഥാർത്ഥത്തിലുള്ള അമ്മയായിപ്പോയി. അർത്ഥം നിറഞ്ഞ മാതാവ്. എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. മൃഗങ്ങളിൽ പോലും കുഞ്ഞിനെ കാണുമ്പോൾ പാല് ചുരുത്തുന്ന ഒരു പ്രേരണയുണ്ട്. പ്രകൃതിയുടെ ദിവ്യമായ പ്രേരണ, ആ ദേവീയമായ പ്രേരണ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ എന്റെ മോന് പാല് കൊടുത്തു. ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാത്ത മഹാത്യാഗമാണ് നീ ചെയ്യുന്നത്. നിന്റെ കുഞ്ഞ് നിന്നോടൊത്ത് വളരുന്നുണ്ടെങ്കിലും അമ്മയെന്ന് പറയാൻ നിനക്കറിയാതെ. മാതൃത്വം സ്ഥാപിച്ചെടുക്കാൻ സ്ത്രീക്കുള്ള പ്രേരണ പ്രകൃതിദത്തമാണ്. നീ അത് വേണ്ടെന്ന് വെച്ചു. നിന്റെ അരി ജീവാവസാനം വരെയും ഈ വേദന നീ സഹിക്കേണ്ടി. ഓണത്തിന് പോലും നിനക്ക് അങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. അമ്മേ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോന്നാൽ ചേട്ടനും ചേട്ടത്തിക്കും വലിയ വിഷമമായിരിക്കും. അവളം പോലും ഒന്നുകയില്ല. അവരെ കൂട്ടിയിട്ട് നിനക്കെന്താ കാര്യം? അങ്ങനെയൊന്നും പറയരുതമ്മേ. ഏതായാലും ഒരു കാര്യം പറഞ്ഞേക്കാം. കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കുന്നത് നല്ലതിനല്ലേ? അവൾ ശാപം കിട്ടിയവളാണ്, ദൃഷ്ടിയുള്ളവളാണ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ചേട്ടനെതിർത്ത് എന്നോടൊന്നും പറയാൻ. ഇന്നല്ലെങ്കിൽ നാളെ വേണുവിന് ബോധ്യമാകും. വേണുവിന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, ഇനിയും ഉണ്ടാകും. വേണുവിന്റെ ചേട്ടന് നാട്ടുകാരുടെ മുമ്പേ യോഗ്യനായിട്ടങ്ങ് നടന്നാൽ മതി. ആ പഞ്ചായത്തുകളോ അനുസരിച്ച് 5000 രൂപ കൊടുക്കേണ്ട കാര്യം വല്ലതുമുണ്ട്. ആര് കൊടുത്തു എന്നാണ് പറയുന്നത്? വേണുവിന് അറിഞ്ഞുകൂടാ. എനിക്കറിയാം. എന്റെ ചേട്ടനെതിരായി ഞാൻ ഒന്നും ചെയ്യും. ആ വഴിയെ മനസ്സിലായിക്കോളും. അതേ ഞാൻ പറയുന്നു. ആര് ചെയ്ത് വരുന്നത്? അലക്കുകാരൻ മാറുമല്ലേ? അതേനാ തോന്നുന്നത്. കണ്ടോടി, കണ്ടോ? ആ കുഞ്ഞിന്റെ ചോറുകൊണ്ട് ദിവസം നിന്നെ ചേട്ടത്തി തന്നെ എടുത്തപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഇപ്പൊ അനുഭവമായോ? ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്റെ കുഞ്ഞ്. ചാഞ്ചാടുണ്ണി ചാഞ്ചാട ചന്ദന മരം വെട്ടി ചതുരത്ത് പടികെട്ടി പടിമേലിരുന്നുണ്ണി. വള്ളംകളി കേരളമായിരുന്നോ? ഉടനെ വരാമെന്നും പറഞ്ഞു പോയി. വേണ്ട, അവൻ ഇവിടെ ഇരിക്കട്ടെ. മോന് പാല് കൊടുത്തില്ലേ? കൊടുത്തു. പാല് കുപ്പിയിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. മുലപ്പാലാണ് അവന് കൊടുത്തത്. ഞാനും പ്രസവിച്ചവളല്ലേ. രക്തത്തെ പാലാക്കി മാറ്റുന്ന സ്നേഹം എനിക്ക് നിന്റെ മോനോട് എന്ത് വേണം? കണ്ടോടി, കണ്ടോ? ആ കുഞ്ഞിന്റെ ചോറുണ്ടോ? ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്റെ കുഞ്ഞ്. അത് വേണ്ട എന്ന് കേട്ടത്. നിർമ്മലയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം
ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ കുഞ്ഞിന് മറ്റൊരു സ്ത്രീയുടെ പാൽ കൊടുക്കുന്നത് ഒരമ്മ ഇഷ്ടപ്പെടില്ലായിരുന്നു. രാധേ, ഞാൻ ക്ഷമിക്കാം. നിർമ്മലേ, നീ തന്നെ മോനെ ഒരുക്കിക്കളാമെന്ന് വെച്ചത്? എന്റെ കുഞ്ഞിനെ എനിക്ക് ഒരുക്കിക്കൂടെ? ഓഹോ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാകുന്നത് നല്ലതാണ്. ചേട്ടനെവിടെ? അവിടെ കാണും. വള്ളംകളി ഗംഭീരമായിരുന്നു ചേട്ടാ. സമ്മാനം ആർക്കാ? ഇക്കൊല്ലവും വടക്കേ കിടക്കാതെ ജയിച്ചു. ചേട്ടത്തിപ്പ കിടക്കുന്നത്? അവൾക്ക് നല്ല സുഖമില്ല. എന്താ ചേട്ടത്തി? ഒരു തലവേദന. ഡോക്ടർ വിളിപ്പിക്കാത്തതുണ്ട്? അതിന് തക്കവണ്ണം ഒന്നുമില്ല വേണം. ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവരാൻ ചേട്ടാ. വേണ്ട, എനിക്കിപ്പോ കുറവുണ്ട്. എന്നാൽ എന്റെ റൂമിൽ ഓയിന്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. അവനിതൊന്നും അറിയാതില്ല. അവന്റെ മനസ്സ് വിഷമിച്ചു. വേണോന്ന് ഒരിക്കലും ഞാൻ വിഷമം ഉണ്ടാക്കില്ല. എന്നൊരു കാര്യം ചെയ്യും, അപ്പുറത്തേക്ക് ചെല്ല്. ആ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്യേ. മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടാകരുത്. ചേട്ടത്തിക്ക് തലവേദനയാണെന്നുള്ള കാര്യം എന്താ നീ പറയാതിരുന്നത്? ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്കൊന്നും ഇതല്ല. സാരമില്ല. ചേട്ടത്തി പോയി അല്പം വിശ്രമിക്കുക. ഞാൻ പോയി കിടക്കട്ടെ. പിന്നെ എനിക്കൊന്ന് വീട്ടിലേക്ക് പോകണം. അച്ഛനെ അമ്മയും ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ. വഴിയിൽ വെച്ച് കാണുന്നത് പോലെയാണ്. അതിനെന്താ വേണം? പോയിട്ട് വരട്ടെ. പ്രസവത്തിനും നമ്മൾ അവളെ അയച്ചു, ഓണത്തിനും വിട്ടില്ല. അതേ ദിവസം താമസിച്ചുകളേ ഇല്ല. ഏതായാലും നമ്മൾ വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കടവും ഞങ്ങളൊന്നും വിൽക്കുന്നില്ലടോ. എല്ലാ സാധനങ്ങളും ഞങ്ങളിപ്പോ വിൽക്കുന്നില്ല. എടുത്തു കൊടുത്തേ, നമുക്കിനി കട കൂട്ടാം. എന്റെ മോളിന് വീട്ടിൽ വന്നില്ലേ, ഇനി നോക്കിക്കോ കാര്യങ്ങളൊക്കെ. പക്ഷേ നോക്കിക്കൂടെ പോകുന്നുണ്ട് തീരുമാനം. പറ്റുബുക്ക് നോക്കി ഉണ്ടോന്ന് പറയാം. ഉണ്ടെങ്കിൽ ചാകരം നോക്കിയോ നോക്കിക്കോ. സമയം പ്രാരംഭത്തിൽ താമസിക്കുന്ന ഇവന്റെ അനിയനാണ് പട്ടാളത്തിൽ പോരുന്നില്ല. ഇവന്റെ അനിയത്തിൽ പെണ്ണുണ്ടാവുന്നത് കേട്ടോ. ഞങ്ങൾ പഠിക്കാതിരിക്കുന്നത് ഇനി പ്രയോജനമില്ല. അവനങ്ങ് പോകും. ആരേലും വലിയ വലിയ പിന്നെ ലോകത്തിൽ പിന്നെ മനുഷ്യരില്ലയോ? ഇതാ നമ്മുടെ തലയിലെടുക്കാം. ഒന്നിനും എടുത്തു കൊടുപ്പ്, അല്ലെങ്കിൽ ആവുന്നോട്ടം. അതാ നോക്കുന്നത്. തളരുന്നൊന്നുമില്ല. കാരോട്ട് കല്യാണം വരുന്നു. കാരോട്ട് കല്യാണം അവിടെ എന്നെ കാണണ്ട. പിന്നെ പറയാം. എനിക്ക് ഒന്ന് മടങ്ങി ഒരു തോർത്ത് നനച്ച് വിരിക്കാനും ഒരു സ്ഥലമില്ലാതായി പോലും.
കല്യാണിയല്ല, അവിടെ മോളാണ്. മോളെ അമ്മയെ തിരിച്ചറിയാത്ത എങ്ങനെ അറിയാനാ? ഇക്കാലത്ത് പെണ്ണുങ്ങൾ വളരെ ചെറുപ്പത്തിലെ പ്രസവിക്കും, അതുകൊണ്ടായിരിക്കും. അയ്യോ മുതലാളി ചത്തു. ഭയങ്കരമാണ്. നമുക്കിക്കോ ഞാനിവിടെ ഇല്ല. മുതലാളി എന്തേടാ? മുതലാളി ഇവിടെ ഇല്ല, തൊഴാൻ പോയിരിക്കുക. മുതലാളി ഇവിടെ ഇല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുറച്ച് കാശ് കൊടുക്കാനുള്ള കൊണ്ട് വന്നതാ. അവിടെ മുതലാളി ഇല്ലല്ലോ, ഞാൻ നാളെ വരാം. ഓരോരുത്തരായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തോ വേണം? എനിക്ക് തരുവാനുള്ള പണം തരാതെ പീടി അടിച്ചിട്ട് നടക്കുകയാണ്. വേലയൊന്നും വർഗീസിനോടൊക്കെ പറഞ്ഞേക്കണം. എന്ന് പറയാൻ ഓരോ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പോണം. അങ്ങനെ അങ്ങ് പോകാമായിരുന്നു. ഇത്ര ധൃതിയായിരുന്നു. എനിക്ക് അതെന്താ മുതലാളി വിളിച്ചിരിക്കണത്? എന്നെ കണ്ടാലേ പണം തരാനുള്ളത് തരത്തില്ല. കണ്ടാ എന്താ ഇത്? പണം കൊടുക്കും. ഏത് പണം തരാനുള്ള പണം കൊടുക്കും? ഞാൻ തരില്ല. എന്തോ വെച്ചു. ആ ഇനി ബാക്കിയുള്ള വേഗം തന്നേക്കണം കേട്ടാ. എടുത്തോളൂപ്പേ. എവിടെ പോയി കിടക്കുന്ന എന്തോ എന്തോ എന്നെ അടിച്ചാൽ വന്നപ്പോ നീ വിട്ടിട്ട് പോയില്ലോട്ടാ. മുതലാളി എന്നെ കൊണ്ട് ഈ ഉദ്യോഗം ഭരിക്കാൻ വയ്യ. എന്നെ എങ്ങനെങ്കിലും വിട്ടേക്കാം. ഞാൻ എടുത്താ കൊടുത്താ ജീവിച്ചോളാം. എനിക്ക് ഞാൻ വിടൂല്ല. ഇനിയിടാ ഇനിയിടാ അവിടെ ആരെയും തരും നോക്കി. എന്നെ നീ വിളിച്ചല്ലോളാം. കടയോ കൂട്ടി. ചേട്ടനോടും ചേട്ടത്തിയോടും എനിക്ക് ബഹുമാനക്കുറവൊന്നുമില്ല, സ്നേഹമേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ താമസത്തിനായി വരില്ല. എന്താ നിർമ്മല നീ എന്നെ ഇങ്ങോട്ട് വിഷമിപ്പിക്കുന്നത്? എന്റെ കുഞ്ഞാണ് എനിക്ക് എല്ലാത്തിനും വലുത്. അതുകൊണ്ട് വേണു ദേഷ്യപ്പെടരുത്. ചേട്ടനും അനിയനും അവരുടെ ഭാര്യമാരും ഒരുമിച്ച് താമസിക്കുന്നത് എന്നത്തെ പതിവാണ്. നിങ്ങൾ വേറെ വേറെ താമസം മാറ്റിയെന്ന് വിചാരിച്ച് സ്നേഹത്തിന് കുറവ് വരുന്നു. അവർക്കും പ്രത്യേകം വീട്ടുഭരണമൊക്കെ ആയിട്ട് ഒന്ന് കഴിഞ്ഞു കൂടണമെന്ന് ആശയില്ലേ? അവിടെ നിർമ്മലയ്ക്ക് എന്താണ് ഒരു സ്വാതന്ത്ര്യക്കുറവ്? അതൊക്കെ ഓരോന്ന് എടുത്ത് പറയാനിപ്പോൾ. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ഇനിയും കുട്ടികളുണ്ടാവും. മറ്റവർക്കെല്ലാം ദൂരത്തടിച്ച് ചെലവാക്കാം. അവരുടെ കാലം കഴിഞ്ഞാൽ ഭാവിയെ പറ്റി നോക്കേണ്ട കാര്യമുണ്ടോ? എന്റെ ചേട്ടനും ചേട്ടത്തിയും ആ നിലയിൽ പെരുമാറുകയില്ല. നിങ്ങൾ ഓഹരി കഴിച്ച് രണ്ടാഴ്ച താമസം മാറ്റിയാൽ ചേട്ടനും അനിയനും അല്ലാതാവുന്നു. സ്നേഹം കുറയുന്നു. എന്നും നടപ്പില്ലാത്ത ഒരു കാര്യമല്ലല്ലോ എന്റെ മോള് പറഞ്ഞത്. മനസ്സിന് ഒരു സുഖവുമില്ലാതെ കഴിക്കാം. ആ എന്നാ ചോറ് ഞാൻ ഉണ്ടിട്ടാണ് വന്നത്. എന്നാൽ അല്പം കഴിയട്ടെ. കുഞ്ഞു നിർമ്മലേ, അവളിങ്ങോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ലാതെ. അവളുടെ മനസ്സിന് എന്തെങ്കിലും വിഷമം കാണും.
അത് മാറുമ്പോ അവളിഞ്ഞു വരും. നീ അതിനെന്തിനു വിഷമിക്കുന്നു? ഓഫീസിൽ കൃഷിക്കാരെല്ലാം വന്ന് വളരെ സമയമായിട്ട് കാത്തിരിക്കുന്നു. ഓ, ഞാനത് മറന്നുപോയി. നീ വിട്ടോ, നീ ഊണ് കഴിക്കും. വേണം എനിക്ക്, ഞാനിപ്പോ വരാം. അങ്ങനെ ഇങ്ങോട്ട് തൊഴാൻ പോയിരിക്കില്ലോ. ഇത് അയാളുടെ സാധനമൊന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ സാധനങ്ങളൊക്കെ എവിടെ? എടുത്തു കൊടുപ്പേ. ഇങ്ങനെ നോക്കണം. അതെവിടെ സാധനം? ആ, ഇവിടെ തന്നെ തിരിച്ചു വരണം. ഞങ്ങളുടെ മകളായി പോയില്ലേ, ഞങ്ങൾക്ക് അവളെ തല്ലി പറഞ്ഞയക്കാനൊക്കെ. നമുക്ക് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റാം. യാതൊരു വിധത്തിലും മനസ്സമാധാനം തരുന്നല്ലോ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണു കാര്യം മനസ്സിലാക്കാവുന്ന ആളല്ലേ. നിർമ്മല ഇങ്ങനെ ചാട്ടിയും പിടിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അവളൊരു കുഞ്ഞിന്റെ അമ്മയല്ലേ. ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രസിഡന്റ് വലിയാണ് തന്നെ, നാട്ടാർക്കൊക്കെ ഒരു ഉപകാര്യമാണ്. പക്ഷേ നമ്മുടെ വീട്ടുമുതല് ഇങ്ങനെ നശിപ്പിച്ചാലും എന്റെ ചേട്ടനൊന്നും നശിപ്പിക്കുകയില്ല. 5000 രൂപ വായനശാലയ്ക്ക് കൊടുത്തോട്ടെ. ഇപ്പൊ കേൾക്കണു ഏതോ ഒരു ആശുപത്രിക്ക് കെട്ടിടവും സ്ഥലവും സംഭാവന ചെയ്യാൻ പോകുന്നു. അതും ചെയ്തോട്ടെ. വേണുവിനും അവകാശപ്പെട്ട മുതലാണത്. അതിനോട് ഒരു വാക്ക് ചോദിച്ചാലല്ല. വേണു അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ്. നാളെ 4-5 കുട്ടികൾ വേണുവിനുണ്ടായി. അവര് വരുന്നത് തെണ്ടുകയല്ലേ? തെണ്ടുക അല്ല, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പോളാം. ആസ്പത്രിയുടെ കാര്യം ആര് പറഞ്ഞു? നാട്ടുകാർ പറഞ്ഞല്ലേ. വേണും പോലും ജീവക കാര്യങ്ങൾ അറിയുന്നത്. ഇത്ര വലിയ സ്നേഹമുള്ള അനിയനാണെങ്കിൽ ഒരു വാക്ക് ചോദിച്ചാലെന്താ? നിങ്ങൾ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളാണ്. പക്ഷെ അമ്മ രണ്ടാണ്. ചേട്ടൻ ആദായം എടുത്തോട്ടെ, ഭരണം നടത്തിക്കോട്ടെ. പക്ഷെ മുതലോഹിച്ചിടുന്നത് ഈ തെറ്റുണ്ടോ? ഓഹരിക്കണമെന്ന് ഞാൻ പറയില്ല. അല്ല, വേണു പറയണ്ട. ഞാൻ പ്രസിഡന്റിന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞിട്ട് വരാം. എന്റെ മോളും മരുമകനും കൂടെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്ക് ശകലം വിഷമമുണ്ട്. നിർമ്മലയുടെ ശരീരമാണെങ്കിൽ ഭാവിയായി. ചൂടുള്ള മുലപ്പാൽ കുടിച്ചാൽ കുഞ്ഞുങ്ങളുടെ സൂക്കേട് വരുമല്ലോ എന്നാണ് എന്റെ പേര്. ഞാൻ അറിഞ്ഞിട്ട് വരാം. എന്ത് വേണമെങ്കിലും ചെയ്യണം. ഞാനൊന്ന് സമാധാനമായിരിക്കും. മേലേക്കര പാടത്ത് എനിക്ക് 100 പറ നിലമുണ്ട്. 10ഉം 15ഉം 1 പറ വരെ നിലങ്ങളുള്ളവരാണ് നിങ്ങൾ. നമുക്ക് ഒരുമിച്ചൊന്ന് കൃഷി ചെയ്ത് നോക്കാം. അതുകൊണ്ടുള്ള ഗുണമുണ്ട്. ഇന്ന് നിലത്തിന്റെ കിടപ്പിനൊത്താണ് നമുക്ക് ചെയ്യുന്നത്. ഒന്നാമതായി കൃഷിയുടെ സൗകര്യത്തിനൊത്ത് നമ്മൾ നിലനിൽക്കും. അപ്പോ
ഇന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി വിളവെങ്കിലും നമുക്ക് ഉത്പാദിപ്പിക്കും. ഓരോരുത്തർക്കും ഇത്ര സെന്റ് വീതം ഉണ്ടെന്ന് കണക്കുണ്ടല്ലോ. അതനുസരിച്ച് വിളവും ചിലവും നമുക്ക് വീതിക്കാം. അത് ചിലവിന് ആവശ്യമുള്ള പണം സൊസൈറ്റിയിൽ നിന്ന് കടമെടുക്കുകയും ചെയ്യാം. അത് നമ്മൾ ഈ ജോലി ചെയ്യാൻ കഴിവുള്ള എല്ലാവർക്കും ജോലി ചെയ്യാം. ആ കൂലി കൂടി കണക്കാക്കി അവസാനം മുതലും വീതിക്കും. പ്രസിഡന്റ് വിശ്വസിച്ച് ഞാൻ സമ്മതിച്ചു. പക്ഷേ പ്രസിഡന്റ് തന്നെ മാനേജറായി തിരിക്കണം. എല്ലാത്തിന്റെയും ചുമതലക്കാരനായി ഞാനിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ഇരിക്കാം. എന്റെ ഒരു ജീവിതാഭിലാഷം സാധിച്ചു. നമ്മുടെ ഗ്രാമം ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി തീരും. നമസ്കാരം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ അത്? പക്ഷേ അത് പറയാനുള്ള ചുമതല തന്നെ ഏൽപ്പിച്ചപ്പോ ഞാനത് പറയണമല്ല. തീർച്ചയായിട്ടും. വേണു ഓഹരി വെക്കണമെന്നാണ് പറയുന്നത്. സാധ്യമല്ല, ഒരു കാലത്ത് സാധ്യമല്ല. എന്റെ കുടുംബം ഓഹരി വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒന്നാണ് ഓഹരി വെച്ചില്ല. വേണ്ടായേ വേണ്ടായേ, ആ കാര്യം ഇങ്ങ് വിട്ടേച്ചട്ടെ. ഞാൻ പറഞ്ഞ അത്രയും തിരിച്ചത് എന്തിനാണ്? വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്നാ പോയിട്ട് വരാം. എങ്ങോട്ടാണ്? വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ടോ? ആ വഴിയാണെങ്കിൽ ഒന്ന് വീട്ടിൽ കയറി വീടിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ചിലപ്പോ അവന്റെ മനസ്സൊന്ന് മാറിക്കിട്ടും. ഞാൻ വരട്ടെ. ഈ പറഞ്ഞതൊക്കെ മറന്നു കളയണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. ഏതായാലും ഇത്രയും വരെ വന്നത് നന്നായി. എനിക്ക് സന്തോഷമായി. കൊച്ചുമാറുവേ, നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം വന്നിരിക്കുന്നു. കാപ്പി പാലക്കുട്ടിയും നിങ്ങളും കൂടെ കുടിപ്പള്ളിക്കുടത്തി ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും കൊച്ചുമാറു പറയും. ഞാൻ ഓർക്കുന്നു. വേണു, ഓഹരിയുടെ കാര്യം ഒരിക്കലും സാധ്യമല്ലെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം വല്ലാതെ ക്ഷോഭിച്ചിരിക്കുക. വേണു അതിന് നിർബന്ധിക്കരുത്. എന്നാൽ ഞാൻ ഇറങ്ങാം. കാപ്പി കുടിച്ചിട്ട് അവരൊക്കെ വലിയ ജോലിത്തിരക്കുള്ള ആളുകളല്ലേ. പിന്നെ ഇതിലൂടെയൊക്കെ പോകുമ്പോ ഇവിടെയും വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരണം. വേണു, പിന്നെ മനസ്സിലായോ ഇപ്പൊ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ ഞാൻ വന്ന് പറഞ്ഞ എന്റെ വേണു വിശ്വസിച്ചു. പിന്നെ അറിഞ്ഞോ മറ്റൊരു കാര്യം? മേലേക്കര പാടത്ത് 100 പേർ നിലം പ്രസിഡന്റ് സംഘക്കാർക്ക് വിട്ടുകൊടുത്തു. എന്റെ കൊച്ചുപാറു വൈസ് പ്രസിഡന്റ് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇതിന്റെയൊക്കെ ഉദ്ദേശം മനസ്സിലാക്കിയത്. അയാൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നല്ലോ വേണുവിന്റേത്. അപ്പൊ അയാളുടെ കാര്യശേഷം ഈ സകല സ്വത്തുക്കളും നമ്മുടെ മകൾക്കും അവർക്കുള്ള സന്താനങ്ങൾക്കും ആയിരിക്കുമല്ലോ. അത് അയാൾക്ക് മനസ്സാലെ ഇഷ്ടമല്ല. അല്ല എന്റെ തോർത്തല്ലേ ഇനി നമുക്ക് രണ്ടും കൂടെ ഒരു തോർത്ത് മതി. ഇതാണ് വായിച്ചോ നീ കഴിയും. നമ്മുടെ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രാമവാസികൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി തീരട്ടെ. ഈ കൂട്ടുകൃഷിയുടെ ജോലികൾ ഞാനിതാ ഉദ്ഘാടനം ചെയ്യുകയുള്ളൂ. ഒരു വാക്ക്. എന്താ
വേണുവിനും തുല്യാവകാശം ഉണ്ടല്ലോ ഈ നിലത്തിൽ. അപ്പൊ വേണുവിന്റെ വക നിലം ഓഹരിച്ചിട്ടിട്ട് മതി ഈ കൂട്ടുകൃഷി. അപ്പോ വേണുവിന്റെ നിലം ഓഹരിക്കാതെ ഈ കൂട്ടുകൃഷി പാടില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ്. ഓർഡറാണ്. പ്രസിഡന്റിന്റെ നിലം തന്നെ പങ്കുവയ്ക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ നമുക്കെന്തിനാ കൂട്ടുകൃഷി? അതെ, ഇതിന്റെ രണ്ടിലൊന്നറിഞ്ഞിട്ട് ജോലി ചെയ്താൽ മതി, ജോലികൾ നിർത്തും. പ്രസിഡന്റിന് നിലം വായി തിരിച്ചാൽ ഈ സംഘത്തിൽ ഞാനില്ല. നമ്മുടെ കളകളെ അയക്കണം. നമ്മളെ ഇത് കുഞ്ഞിന് കൊടുക്കും. എന്താ പ്രസിഡന്റ് അദ്ദേഹം ഓരത്തെയുമെന്ന് വീണു വീട്ടിൽ കൊണ്ടുവന്നു. വളരെ കൂടുതലാണോ? വളരെ കൂടുതലാണ്. ഞാൻ വീട്ടിൽ പോകുന്നു. ഞാനും വരുന്നു. കുഞ്ഞിനെ കൊണ്ടുപോകണ്ട, നിനക്ക് വേറെ നടക്കാൻ പറ്റുകയില്ല. ഞാൻ കൊണ്ടുവന്നേക്കാം. കുഞ്ഞിനെ കൂടി കൊണ്ടുപോകണം. അദ്ദേഹം കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. നീ പോടാ. ഈ കുഞ്ഞിനെ ചാടാൻ കിടക്കുന്നവരെ കാണിക്കാനുള്ളതല്ല. സാധാരണ നിലയിൽ തന്നെ കുഞ്ഞുങ്ങൾ വാഴാത്ത വീട്, അതിലും വിശേഷിച്ച് കാലം ചുറ്റി നടക്കുന്ന ആ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ തന്നയക്കുകയില്ല. നീ പൊയ്ക്കോ. എഴുതി കഴിഞ്ഞാൽ തീരാറായി. അപ്രേഷർ വരാത്ത താമസമേ. എന്തിനാണ് എനിക്ക് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്? വിഷമസ്ഥിതി ഒന്നും നിങ്ങൾക്കില്ല. അവിടെ സ്വസ്ഥമായി കിടന്ന് മനസ്സിന് അല്പം വിശ്രമം കൊടുക്കൂ. പത്രമെല്ലാം നാളെയും എഴുതാമല്ലോ. ജീവിതം പൂർണ്ണമായും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലല്ല ഡോക്ടർ എന്ന് ഞാനും പറയുന്നില്ല. ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാതായി തീരുമ്പോൾ ജീവിതം അവസാനിക്കും. ജീവിക്കാനുള്ള ജീവികളുടെ പ്രേരണയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ തത്വങ്ങളൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ വില്ലേജിനെ ഇന്ത്യക്കൊരു മാതൃകയാക്കണമെന്നായിരുന്നു എന്റെ ആശ. അതിനുവേണ്ടി പലതും ഞാൻ ചെയ്തു. എന്റെ അനുജൻ തന്നെ അതിന് പോടാനില്ല. ആശ്വസിക്കുവോ? മനസ്സിന് ക്ഷോഭം ഉണ്ടാക്കിയാൽ മരുന്നിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ പറയാം. അതെ, എനിക്ക് എന്റെ കുഞ്ഞിനോട് വേദനയോടും പറയാം. ആളെ വിട്ടിട്ടുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരാൻ പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കാണാതെ എന്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ല. എന്റെ വേദന നിങ്ങൾ ആരും അറിയുന്നില്ല. ഞാൻ എനിക്ക് വളരെ അസ്വസ്ഥനാണ്. നഴ്സിംഗ് ഹോമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ നല്ലതെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ എനിക്കതിന് സമ്മതിക്കുന്നില്ലല്ലോ. ഓ അദ്ദേഹം വരണം 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 എഴുത്തിരുന്നു ഇരുന്നിട്ട. എന്നാൽ ഉടനെ തന്നെ നടത്തിക്കളെ. എന്റെ അകത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഡോക്ടർ, ചേട്ടനിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് വല്ലാതെ പതറുകയാണ്. വേണു അല്പം ആശ്വസിപ്പിക്കോ? മനം ശാന്തമായ എല്ലാം ശരിയായി. ബഹളം വെച്ച് അങ്ങോട്ട് ഓടിച്ചെന്ന് പെട്ടെന്ന് മനസ്സിന് ക്ഷോഭം ഉണ്ടാക്കണ്ട. വിഷമിക്കാനൊന്നുമില്ല. സാവകാശമായിട്ട് അകത്തിരുന്നാൽ മതി.
നിങ്ങൾ വന്നോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ? സുഖമാണ് എനിക്ക്. ഇങ്ങനെ കൊണ്ടുവന്നില്ല. നീ ഒന്ന് ഇരിക്കെ. നമ്മുടെ വക സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ ബില്ലെഴുതി രജിസ്റ്ററാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് വലിയ നമ്മുടെ കുടുംബം ഇനി പങ്കുവെച്ച് പോവില്ലല്ലോ. രാധയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. അവൾക്ക് ചെലവിന് ആവശ്യമുള്ളതെല്ലാം കേട്ടാ. മോനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ കൊണ്ടുപോയി. അമ്മ ഫോൺ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഗീത, എനിക്ക് തോന്നുന്നില്ല. നിനക്കും എന്റെ അനുജനും ആ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരണമെന്ന് തോന്നാത്തപ്പോ മറ്റാർക്കെങ്കിലും തോന്നുന്നു. പക്ഷെ ഞാൻ മരിച്ച കുഞ്ഞിനെ കൊണ്ട് എന്റെ അന്ത്യകർമ്മം ചെയ്യിക്കണേ കേട്ടാ. നിർമ്മല കുഞ്ഞിനെ അമ്മ പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയില്ല. ചാകാൻ കിടക്കുന്നവരൊക്കെ കാണിക്കാൻ കൊണ്ടു കിടക്കാനുള്ളതല്ല അവരുടെ അവരുടെ കുഞ്ഞ് ഇല്ല ഇല്ല, അത്രത്തോളം ഞാൻ സമ്മതിക്കില്ല. ഈ സ്ഥിതിയിലെങ്കിലും എന്റെ ഭർത്താവിനെ ആ കുഞ്ഞിനെ കൊണ്ടൊന്ന് കാണിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതെന്റെ കടമയാണ്. ഞാൻ കാണിക്കും. ഏതായാലും മരിക്കാൻ കിടക്കുകയാണെന്ന് ആള് പറഞ്ഞായിട്ട് സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ അത്തോടൊന്ന് പോകണം. ഓ, ചാക്കാലയ്ക്ക് ഏതായാലും ഒന്ന് പോകണം. പിന്നെ എന്തിനായി രണ്ട്? നീ എന്തായാലും ഒരു കോടി വാങ്ങിച്ചു വെച്ചാൽ എടുത്തു കൊടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കണം. അവസാനത്തെ ആ ചെയ്തു. നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ, എന്നെ കൊണ്ട് കാണിക്കാൻ പോകും. എന്താ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹത്തിന് കുഞ്ഞിനെ ഒന്ന് കാണണം, വേഗവും സമ്മതിക്കണം. ആഹാ, നല്ല ചേലായിപ്പോയി. മരണം ചുറ്റി കറങ്ങി നടക്കുന്ന വീട്ടിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ സമ്മതിക്കുകയും അതിന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ കുഞ്ഞ് ആര് തടഞ്ഞാലും കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് പോകും. അതിനുള്ള ആത്മധൈര്യവും കടപ്പാടും എനിക്കുണ്ട്. എന്നെ തടയാൻ ഈ ലോകത്ത് ഒരു ശക്തിയുമില്ല. ഇതിനെ കൊണ്ടുവരത്തില്ല. രാജയുടെ പോയി പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് വേലക്കാർ പറഞ്ഞത്. കുറെ സമയമായല്ലോ പോയിട്ട്. എവിടെ പോയതായിരിക്കും? കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞു നിർത്തുന്നു. കുഞ്ഞ്
മോളെ, ഇവൾ നിന്റെ കുഞ്ഞിനെ എടുത്ത് നിലത്തടിച്ചു. ചേട്ടത്തി, അയ്യോ മാവാവും പറയരുത്. ചേട്ടത്തി, എന്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? അനിയത്തി, അല്ല കുഞ്ഞിനെ ചേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കണ്ടതല്ലേ. കുട്ടിക്ക് രക്തം കൊടുക്കണം. ആരെങ്കിലും വരും, രക്തം പരിശോധിക്കണം. ആരുടെയും രക്തം കുട്ടിക്ക് ചേരുന്നില്ല. രാധ വന്നില്ലേ? വിളിക്കുന്നത് കുട്ടിക്ക് അവരുടെ രക്തം കൊടുക്കും. അയ്യോ വേണ്ട, കുട്ടിയുടെ അമ്മയുടെ രക്തവും ചേരുകയില്ല. ചേരുമെന്നുള്ളത് കൊണ്ടാണ് രാധ വിളിച്ചത്. ചികിത്സയിലെ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടത് ഒരു ഡോക്ടറുടെ ധർമ്മമാണ്. അങ്ങനെ നിർമ്മലയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നിരിക്കുന്നു. പറയേണ്ടത് എന്റെ കടമയാണ്. അന്ന് മരിച്ചുപോയത് നിർമ്മലയുടെ കുട്ടിയാണ്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ ദാനം ചെയ്ത ത്യാഗമൂർത്തിയാണ് ഈ നിൽക്കുന്നത്. കുഞ്ഞിനെ നിന്റെ കിടക്കയിൽ കൊണ്ട് കിടക്കിയ മഹാനായ മനുഷ്യനെ നിങ്ങൾ കൊല്ലാതെ കൊല്ലുകയാണെന്ന് ഞാൻ അറിയുന്നു. വരൂരാ. ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെല്ലാവരും ഒന്നായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ വേണ്ട. കുഞ്ഞിനെങ്ങനെയുണ്ട് വേണു? കുഞ്ഞിനെങ്ങനെയുണ്ട്? കുഞ്ഞിന് അപകടമൊന്നും പറ്റുകയില്ല. ഇത് ഞാൻ കേട്ടത് എങ്ങനെയാണ് അപകടം പറ്റിയത് വേണു? ചേട്ടൻ, എന്റെ ചേട്ടനും ചേട്ടത്തിയും ദേവനും ദേവിക്കും തുല്യമാണെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി. ചേട്ടൻ എന്താണ്? കുഞ്ഞിനെ പ്രസവിച്ച അമ്മ എന്റെ ചേട്ടത്തിയാണെന്ന് സത്യം ഡോക്ടർ പറഞ്ഞു. ചേട്ടാ, എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ. എന്റെ മോൻ ഇന്നു മുതൽ 2 അമ്മമാരുണ്ട്. ഒന്നെന്റെ ചേട്ടത്തി,
ഒന്ന് ഞാൻ. രാധ എവിടെ വേണം? കുഞ്ഞിന്റെ അടുത്തും. ചേട്ടാ, ഞങ്ങൾക്ക് മാപ്പ് തരൂ ചേട്ടാ, ഞങ്ങൾക്ക് മാപ്പ് തരൂ. വേണം. എനിക്കാണ് മാപ്പ് തരേണ്ടത്. നമ്മളെ എന്താണ്? എന്റെ കുടുംബം പുണ്യമറ്റതല്ല, പുണ്യമറ്റതല്ല. അല്ല ചേട്ടാ, എന്നെപ്പോലൊരു മഹാൻ ജനിക്കുന്ന വീടും നാടും ഒരിക്കലും പറ്റതാവില്ല. ചേട്ടാ വേണു, മണ്ട, നീ എന്തിനാണ് അത് വലിച്ചു കയറിയത്? നമ്മുടെ സ്വത്തുക്കൾ നിനക്കായാലും എനിക്കായാലും വല്ല വ്യത്യാസവും ഉണ്ടോ? ഞാനും കേട്ടോ കേട്ടോ. ഈ യോജിപ്പ് കൂട്ടുകൃഷി സഹകരണ സംഘം നമ്മുടെ നാട്ടിനും രാഷ്ട്രത്തിനും പുതിയൊരു വെളിച്ചം വീശട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തു. എടുപ്പും കൊടുപ്പും ഒന്നുമില്ല, വഴിയാ വേറെ ആയി. നന്നായി. ഈ റേഷൻ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് പഴക്കമൊന്നും തല പഠിച്ചിട്ട് ഇപ്പൊ ഈ ഞാറ് നട്ട് പഴക്കമുണ്ടോ? വലിയ പഴക്കമൊന്നും പഴക്കമുണ്ടോ? എന്നാ എടുത്തോ എടുത്തോ. അവരുടെ കൂടെ ഇറങ്ങിപ്പോയി കാലിലെ ചെടിയോട്ടോ. അന്ന് സാറേ എന്നെ ഇറങ്ങിക്കുവോ. ഇങ്ങോട്ട്